त्रैलोक्य चैतन्यमयी त्रिशक्रे श्री विश्वमाता भवदाज्ञेव പ്രാതസമുത്ഥായ തവ പ്രിയാർത്ഥം സംസാരയാത്ര മനോവർത്തയാമി. അഭിനന്ദരായ സ്വാമിജിമാർക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. ഇത്രയധികം സന്യാസി വര്യന്മാർ ഒന്നിച്ച് സദസ്സിലിരുന്ന ഒരു സംഭവം ഇവിടെ അടുത്തൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഈ നാടിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് ആ മഹാത്മാക്കൾ എല്ലാവരും ഇവിടെ ഈ സത്ര കാലം കഴിയുന്നത് വരെ ഇരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. അവരുടെ സാന്നിധ്യം നമുക്ക് എന്തുമാത്രം ഫലപ്രദമാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ലെങ്കിലും ആന്തരികമായി നമുക്ക് പല മാറ്റങ്ങളും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രഭാഷണങ്ങൾ കേൾക്കുകയും അവരുടെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യാം. രണ്ടുമാണ് ഇവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു മഹനീയത. ഭൂമിക്ക് 450 കോടി കൊല്ലം കൂടി ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. ഭൂമി അവസാനിക്കും കഴിഞ്ഞ ഏതാനും ദിവസം 21-ാം തീയതി എന്ന് പറഞ്ഞെങ്കിലും ശാസ്ത്രകാരന്മാർ പറയുന്നത് 450 കോടി കൊല്ലം കൂടി ഉണ്ടാവുന്നതാണ്. സൂര്യന് 500 കോടി കൊല്ലം കൂടി ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമി 300 കോടി കൊല്ലം വരെ തുടങ്ങിയിട്ട് അണുക്കളെ കൊണ്ട് നിർഭരമായിരുന്നു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ സൂക്ഷ്മാണുക്കൾ മാത്രമായിരുന്നു ഭൂമിയിലെ താമസക്കാരെന്നാണ് പറയുന്നത്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും അണുക്കൾ മാത്രം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മൂന്നും മാത്രം. അങ്ങനെ മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അണുക്കൾ മുഴുവൻ മനുഷ്യരെ മേലെ കയറാൻ തുടങ്ങി. ഇപ്പം നമ്മളെ ശരീരത്തിൽ കോടിക്കണക്കിൽ സൂക്ഷ്മാണുക്കളുണ്ട്. രോമകുപങ്ങളിലും നമ്മളെ തൊലിയുടെ ഓരോ മടക്കുകളിലും. നമ്മുടെ ശരീരത്തിൻ്റെ തൊലി വലിയൊരു മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വിമാനത്തിൽ നിന്ന് ഹിമാലയ പർവ്വതത്തിലേക്ക് നോക്കുന്ന മാതിരിയാണ്. നിരവധി നിമ്നങ്ങളും ഈ തടങ്ങളും ആയിട്ട് കുറേ താഴ്വാരകളും കുറേ കുന്നും പ്രദേശങ്ങളെ പോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ളതായ കെരാറ്റിൻ എന്ന് പറഞ്ഞ പദാർത്ഥം. മടക്കി മടക്കി വെച്ചതുപോലെയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കോടാനുകോടി സൂക്ഷ്മാണുക്കളുണ്ട്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. വായിൻ്റെ അകത്ത് കോടാനുകോടി അണുക്കളുണ്ട്. ഉമിനീരിന് കുറച്ച് കൊഴുപ്പ് കാണാം. കൊഴുപ്പിന് കാരണം എന്താണ്? ബാക്ടീരിയയാണ്. ബാക്ടീരിയ നിറയെ അതിലുണ്ട്. ഒരു ഡ്രോപ്പിൽ കോടിക്കണക്കിലാണ്. മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാം. അവരെല്ലാം ഓടി നടക്കുന്നു. ഒരു വെള്ളം വറ്റാൻ പോകുന്ന സ്ഥലത്ത് മത്സ്യങ്ങളെല്ലാം കൂടി അങ്ങനെ ഓടിക്കളിക്കുന്നത് പോലെയാണ് ഓരോ തുള്ളി ഈ ഉമിനീരിലും അതുപോലെ വേർപ്പിലും വേർപ്രഗന്ധികളിലും ഒക്കെ അണുക്കളാണ്. വയറിൻ്റെ ഉള്ളിൽ കുടലിൻ്റെ അകത്ത് 1% വരെ അണുക്കൾ മാത്രമാണ്. കണ്ണിൽ, മൂക്കിൻ്റെ ഉള്ളിൽ, ചെവിയിൽ, തലയിൽ, സർവ്വസ്ഥലത്തും അണുക്കളാണ്. ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ജനസംഖ്യയുടെ ആകെ കണക്ക് നോക്കിയ ഒരു മനുഷ്യൻ്റെ പുറത്ത് ജീവിക്കുന്ന അണുക്കളുടെ എണ്ണം എന്നാണ് പറയുന്നത്. ഇതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ സുഖമായി നടക്കുന്നു. നേരെ മറിച്ച് വലിയൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അതിൽ നമ്മളെ പ്രതിഫലനം കാണാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് ഓടും. കാരണം മേല് മുഴുവനും ഈ അണുക്കൾ നിർഭരാണ്. സോപ്പിട്ട് കുളിക്കുന്ന സമയത്ത് ഒരുപാട് പോവും, പക്ഷെ എത്രയോ എണ്ണം പിന്നെയുണ്ട്. അത് മിനിറ്റ് വെച്ചിട്ട് പെറ്റി പെരുകി ഒരുപാട് എണ്ണമായി തീരുകയും ചെയ്യും. ഇപ്പോൾ വായൻ്റെ ഇതിൽ തന്നെ കോട്ടിൽ വായു തട്ടാത്ത സ്ഥലത്ത് വായു തട്ടിയാൽ ചാവുന്നതായിട്ടുള്ള അണുക്കളുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അത് വായു തട്ടാത്ത സ്ഥലത്താണ് അവർ പെറ്റുപെരുക. അതുകൊണ്ട് വായൽ കോട്ടിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ ഒരുപാട് കോടാനുകോടി അണുക്കളായി പെരുകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ വായു ശുദ്ധീകരണം നടത്തണം എന്ന് പറയുന്നത്. 5 പ്രാവശ്യം പല്ല് തേക്കണം എന്നാണ് ഖുറാനിൽ പറയുക. നമ്മൾ അറ്റ്ലീസ്റ്റ് 3 നേരമെങ്കിലും, ഇപ്പം രാവിലെ പല്ല് തേച്ചു, പിന്നെ ഉച്ചയ്ക്ക്, വൈകുന്നേരം. അതിൻ്റെ ഇടയ്ക്ക് കുലുക്കുഴിയുക, നല്ലോണം കൈകൊണ്ട് ഈ കോട് നല്ലോണം ഉരച്ച് ഇതാക്കുക. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ബാക്ടീരിയ അങ്ങ് പോയി കിട്ടും. നേരെ മറിച്ച് കണക്കിലധികം പെരുകുകയാണെങ്കിൽ അത് തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ തകർക്കാൻ കാരണമാവും എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഈ അണുക്കൾ നിറഞ്ഞതായിട്ടുള്ള ഈ സ്ഥലത്ത് താമസിക്കുന്ന നമുക്ക് ഒരുപാട് അണുക്കളുടെ അറ്റാക്ക് ഏത് സമയത്തും ഇവ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി രോഗങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് സൃഷ്ടികർത്താവ് തന്നെ പല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ ബയർപ്പിൽ, പിന്നെ ഓയിൽ ഗ്രന്ഥിയിൽ ഒക്കെ കുറേ ഫാറ്റി ആസിഡും കുറേ ലവണങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഈ ബാക്ടീരിയനും വൈറസിനെയും ഫംഗസിനെയും നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് മേലുള്ള കിനിവുകൾ മുഴുവൻ വായിലുള്ള ഉമിനീരിലും അതെ ഈ ബാക്ടീരിയനും വൈറസിനും ഫംഗസിനും ഒക്കെ മര്യാദയ്ക്ക് നിർത്താനുള്ള ഒരുപാട് ഘടകങ്ങൾ അതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കണ്ണുനീരിൽ നല്ല ഔഷധ വീര്യമുള്ളതായ സാധനമാണ്. എപ്പോഴും ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണിനെ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണൊക്കെ പഴുത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയ രാവിലെ ആകുമ്പോഴേക്ക് കണ്ണൊക്കെ പഴുത്ത് ഒക്കെ നശിച്ചു പോയിണ്ടാവും. നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷേ ആ സമയത്തൊക്കെ അസാധാരണമായിട്ടുള്ള കിനിവിൽ അസാധാരണമായിട്ടുള്ള മെഡിസിനലായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ
നിലനിർത്തി കൊണ്ടുവരികയാണ്. അതുപോലെ മൂക്കുന്ന് വരുന്നതായിട്ടുള്ള നീര്, ചെവിയിലുള്ള ചെപ്പി, ഇതൊക്കെ തന്നെ ഈ അണുബാധയെ തടുക്കാൻ വേണ്ടി ശരീരത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പ്രതിരോധ നിര എന്ന് പറയും, ഇമ്മ്യൂണിറ്റി എന്ന് പറയും. പ്രതിരോധ നിര, രോഗാണുക്കൾക്ക് എതിരെ തടുക്കാനുള്ള പ്രതിരോധ നിരകളാണ് ശരീരത്തിൽ ഉണ്ടാക്കിയത്. ഈ പ്രതിരോധ നിരയ്ക്ക് നേരെ ചൊവ്വയെ നിലനിർത്തുന്ന ഏതാണ് ഘടകങ്ങളാണ്. അതായത് 96 മൂലകങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ശാസ്ത്രകാരന്മാർ പറയും പ്രധാനപ്പെട്ട 93 മൂലകങ്ങൾ, ബാക്കിയൊക്കെ ആക്സസറി ആണെന്ന്. ഇപ്പം 96 മൂലകങ്ങൾ, അത് 110 മൂലകങ്ങൾ എന്ന് വരെയൊക്കെ പറയുന്നുണ്ട്. അപ്പം എത്രയായാലും ഈ മൂലകങ്ങളെല്ലാം നമ്മളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വൃക്ഷം വെട്ടി അത് കഷ്ണാക്കി അത് പൊടിയാക്കി അത് അനലൈസ് ചെയ്താൽ ഈ മൂലകങ്ങൾ തന്നെയാണ്. ഒരു മൃഗത്തെ കൊന്നിട്ട് അതിനെ അനലൈസ് ചെയ്താൽ ഇതേ മൂലകങ്ങളാണ് അതിലും. ഒരു മനുഷ്യൻ്റെ ശരീരം അനലൈസ് ചെയ്താൽ ഇതേ മൂലകങ്ങളാണ് ശരീരത്തിലുള്ളത്. അപ്പോൾ നമ്മളെ ശരീരം ഉണ്ടാക്കിയുള്ള ഒരു പൊടി മണ്ണെടുത്താൽ അതിലും ഇതേ മൂലകങ്ങളാണ്, 96 മൂലകങ്ങളാണ്. അപ്പോൾ എല്ലാം ഇത്രയും ഘടകങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ തോത് എങ്ങനെയാണ്? ഒരു മനുഷ്യ ശരീരം നിലനിൽക്കണമെങ്കിൽ അതിൽ ഇത്ര ശതമാനം ഇന്നത് വേണം, ഇത്ര ശതമാനം ഇന്നത് വേണം എന്നൊക്കെ കണക്കുണ്ട്. പ്രോട്ടീൻ ഇത്ര ശതമാനം വേണം, ഫാറ്റ് ഇത്ര ശതമാനം വേണം, കാർബോഹൈഡ്രേറ്റ് ഇത്ര ശതമാനം വേണം, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് ഒക്കെ ഇത്ര വേണമെന്നൊരു കണക്കുണ്ട്. ഇപ്പോൾ ഷുഗർ ഏറിക്കഴിഞ്ഞാൽ ഡയബറ്റീസായി, വളരെ അധികം ആയിക്കഴിഞ്ഞാൽ തലയുറ്റിയിട്ട് നമ്മൾ വീഴും, മരിക്കുകയും ചെയ്യും. അത് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മരിക്കും പെട്ടെന്ന്. അതുപോലെ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലൊക്കെ കട്ട പിടിച്ച് അവസാനം ബ്ലോക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം. അതിൽ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സാധനം ഏറിയുണ്ടെങ്കിൽ കിഡ്നി പഞ്ചറാവുകയാണ്. അതുപോലെ യൂറിയ ഏറിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നും ഏറാനും വയ്യ, കുറയാനും വയ്യ. പൊട്ടാസ്യം എന്ന് പറഞ്ഞ സാധനം ശരീരത്തിൽ 3.5 താഴെ പോയാൽ അപ്പോൾ ഹാർട്ട് അവിടെ നിൽക്കും. 5.5 ഏറിക്കഴിഞ്ഞാലും ഹാർട്ട് നിൽക്കും. അപ്പോൾ ഒരു പ്രത്യേക പരിധിക്കകത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫ്യൂസ് ഊരിയമാതിരി ആ ആള് ഒന്നും അല്ലാതെ വരും. ഇപ്പോൾ ചിലവർക്കുണ്ട് ഹാർട്ട് അറ്റാക്ക് ഒരിക്കൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇടയ്ക്ക് ഇങ്ങനെ നേരിയ ഒരു ബിംബിഷ്ടമൊക്കെ തോന്നും ചില സമയത്ത്. അപ്പോൾ ആ സമയത്ത് 10 മിനിറ്റ് വിശ്രമിച്ച് കൊടുക്കണം. നേരെ മറിച്ച് ചിലവരത് സാരില്ല എന്ന് വിചാരിച്ച് നടക്കും. എന്താണ്, പെട്ടെന്ന് കാണാം ഹാർട്ട് അവിടെ നിൽക്കും, കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. അത് ശരിയായി എന്നും ശരിയായില്ല എന്നും വരാം, ചിലപ്പോൾ മിനിറ്റ് കൊണ്ട് മരിച്ചു എന്നും വരും. അപ്പോൾ അത്രയും അപകടകരമായിട്ടുള്ള ഒരു ചെറിയ ഒരു സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ മാത്രം നിലനിൽക്കുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോത്, ഓരോ ധാതുക്കളുടെയും തോത് നേരെയായിട്ട് നിൽക്കുമെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആ തോത് ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മൾ ആഹാരം കഴിച്ചിട്ടാണ് ഈ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ്, വൈറ്റമിൻസ് ഒക്കെ ഈ ആഹാരത്തിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ദഹിച്ച് അത് ലിവറിലേക്ക് കടത്തിവിട്ട് ലിവറാണ് അതിനൊക്കെ തരംതിരിച്ച് ആർക്ക് എത്ര വേണം എന്നൊക്കെ തീരുമാനിച്ച് അങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾ. അത് ഏറാനും വയ്യ, കുറയാനും വയ്യ. ഇരുമ്പ് ഏറിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്, കുറഞ്ഞാൽ കുഴപ്പമാണ്. അയഡിൻ ഏറിയാൽ കുഴപ്പമാണ്, മോളിപ്പിഡിൻ, അങ്ങനെ എല്ലാ ധാതുക്കളും അങ്ങനെ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കില്ല. അപ്പോൾ ഈ തോത് നിലനിർത്തുന്ന ആരാണ്? ശാസ്ത്രീയമായിട്ട് കണ്ടുപിടുത്തം എന്താണ്? ഈ ശരീരത്തിൽ ഈ ധാതുക്കളുടെ തോത് നിലനിർത്തി കൊണ്ടുവരുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന് പിറ്റ്യൂട്ടറി പറഞ്ഞ മഹാഗ്രന്ഥി, പിന്നെ തലാമസ് എന്ന് പറഞ്ഞ തലച്ചോറിലെ ഒരു ഭാഗം, പിന്നെ അഡ്രിനൽസ് എന്ന് പറഞ്ഞ കിഡ്നിയുടെ മേലുള്ള 2 ഗ്രന്ഥികൾ. ഈ 3 ട്രയാഡ് എന്നാണ് പറയുക, ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികളാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നമ്മൾ എന്ത് കഴിച്ചാലും അതൊക്കെ തരംതിരിച്ച് വേണ്ടത്ര ഓരോന്നിനെയും ശരീരത്തിൽ നിരത്തി വയ്ക്കുന്നത് ഈ 3 ത്രിമൂർത്തികളാണ്. തലാമസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലാണ്, പിന്നെ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഗ്രന്ഥിയാണ്, മാസ്റ്റർ ഗ്രന്ഥിയാണ്. അഡ്രിനൽസ് പറഞ്ഞാൽ കിഡ്നീൻ്റെ മേലുള്ള 2 ഗ്രന്ഥികളാണ്. ഈ 3 ആളെയാണ്, ത്രിമൂർത്തികളാണ് ശരീരത്തിലെ ഈ ആഹാര പദാർത്ഥങ്ങളുടെ തോത്, മെറ്റബോളൈറ്റ്സിൻ്റെ തോത് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്ന 3 ആളെയും നിയന്ത്രിക്കുന്ന ആരാണ്? ഈ 3 ത്രിമൂർത്തികളെ നിയന്ത്രിക്കുന്ന നമ്മളെ മനസ്സാണെന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരണം, റെസ്പോൺസ് സ്റ്റിമുലസ്. എന്തെങ്കിലും ഒരു സംവേദനം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതികരണമാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടു, എന്താണതെന്ന് ആലോചിക്കുകയാണ്. അത് ഭീകരമായിട്ടുള്ള ഒരു ശബ്ദമാണെങ്കിൽ ഉടനെ ഭയപ്പെട്ടു. നല്ലൊരു മ്യൂസിക്കാണെങ്കിൽ അത് സന്തോഷമായി. അങ്ങനെ ഓരോ പ്രതികരണവും, ഓരോ സംവേദനം വരുന്ന സമയത്ത് അതിനോടുള്ള പ്രതികരണം ഓരോ തരത്തിലാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രതികരണത്തിനനുസരിച്ചാണ് ആ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ത്രിമൂർത്തികളുടെ സമനിലയിലുള്ള പ്രവർത്തനം. അപ്പോൾ ഈ മനസ്സ് വികലായി കഴിഞ്ഞു, കണക്കിലധികം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ ത്രിമൂർത്തികളൊക്കെ നിസ്സഹായരായി മാറി.
അപ്പോൾ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളുടെയും തോത് വ്യത്യാസം വരും. വ്യത്യാസം വരുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന രോഗങ്ങളൊക്കെ ഉണരും, ഉള്ള രോഗങ്ങളൊക്കെ അധികവും, പുതിയ രോഗങ്ങൾ വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ മനസ്സാണ് പരമപ്രധാനമായിട്ടുള്ളതെന്നാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ശാന്തമായുള്ള മനസ്സാണെങ്കിൽ, ഇപ്പം രാഗം അമിതമായി കഴിഞ്ഞാൽ, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പദർപ്പ, അഹങ്കാരദ്വേഷാദികളൊക്കെ അമിതമായി കഴിഞ്ഞാൽ അത് ഈ ത്രിമൂർത്തികളെ ബാധിക്കും. ത്രിമൂർത്തികൾക്ക് യാതൊരു രക്ഷയില്ലാതെ മാറും. ആ ത്രിമൂർത്തി ഇപ്പോൾ പോലീസാണെങ്കിൽ ഒരു കേസ് പിടിക്കാൻ അവർ വളരെയധികം സാമർഥ്യം കാണിച്ച് പോലീസ് കള്ളനെ പിടിച്ചു അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു നോക്കി. അപ്പോഴാണ് അവിടുന്ന് ഉന്നത അധികാരി വിളിച്ചു പറയാം, അവനെ വിട്ടു, നമ്മുടെ പാർട്ടിയിലെ ആളാണ്, വിട്ടോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. അതുപോലെയാണ് ഈ മനസ്സിന് ഓരോ തോന്നൽ. ആ തോന്നൽ വളരെ വിദഗ്ധമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ത്രിമൂർത്തികളെയും കൂടി അവതാളത്തിലാക്കുന്നതാണ് മനസ്സ് നേരെ അല്ലെങ്കിൽ. അതുകൊണ്ട് മനസ്സിൻ്റെ പ്രതികരണ ശേഷി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്നാണ്, അതായത് നെഗറ്റീവ് ആവരുത് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സോക്രട്ടീസിൻ്റെ ഭാര്യ ഇങ്ങനെ ചീത്ത പറയും. ചീത്ത പറയുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എന്താ ഭാര്യയ്ക്ക് ഇങ്ങനെ എന്ത് ചീത്ത പറയുന്നത് എന്താണ്? ഭാര്യ ചീത്ത പറയുന്നുമില്ല, അവളുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളുടെ പ്രതികരണം എങ്ങനെ വെച്ചാൽ അയാളുടെ ഉള്ളിലുള്ള ഈ ട്രയാഡ് എന്ന് പറഞ്ഞ ത്രിമൂർത്തികളെ യാതൊരു വിധത്തിലും വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ്. ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അപഹസിച്ച് സംസാരിച്ചു എന്നൊക്കെയാ, നിങ്ങളെക്കുറിച്ച് എന്താ അപമാനം, അപഹസിച്ച് സംസാരിക്കുന്നു, അത് സാരമില്ല, അയാളെന്ത് പറഞ്ഞാലും നമ്മളല്ലേ. പൊന്നിനെ പിച്ചളായി എന്ന് ചെന്നാൽ വന്നിടാ മാറ്റിന് ഹാനി തെല്ലും, നിന്നെ പരിഹസിച്ചിടും ജനത്തോടൊന്നും പറയാതെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ബാഹ്യലോകത്തിലുള്ള സംവേദനങ്ങൾ എന്ത് തരത്തിലുള്ളതാണെങ്കിലും ശരി, ആന്തരികമായിട്ടുള്ള ഈ ധാതുക്കളുടെ തോതിനെ വികലമാക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രതികരണവും മനസ്സെന്ന് ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് ആത്യന്തികമായി മനസ്സാണ്, മനുഷ്യ നീ മനസ്സാകുന്നു എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വാസ്തവത്തിൽ മനസ്സാണ്. ആ മനസ്സാണ് അപ്പോൾ പരമപ്രധാനം. മനയവ മനുഷ്യയാണ് കാരണം ബന്ധമോക്ഷം എന്ന് യോഗവാസിഷ്ടത്തിൽ പറയുന്ന മാതിരി. അതുകൊണ്ട് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. നമ്മളെ മാന്യനാക്കുന്നതും വളരെയധികം മാന്യനാക്കുന്നതൊക്കെ മനസ്സ് തന്നെയാണ്. ഒരാളെ ശത്രുവാക്കുന്നതും മിത്രമാക്കുന്നതും മനസ്സ് തന്നെയാണ്. നമ്മളെ അപകടത്തിൽപ്പെടുത്തുന്നതും രക്ഷിക്കുന്നതും നമ്മളെ മനസ്സ് തന്നെ. അതുകൊണ്ട് മനസ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, മനസ്സിനെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ മനസ്സിനെ ട്രീറ്റ് ചെയ്യുന്ന മഹാത്മാക്കളായ ഋഷീശ്വരന്മാരെല്ലാവരും തന്നെ. അപ്പോൾ അവർ മനസ്സിനെ ഒന്ന് ചികിത്സിച്ച് നേരെ നിർത്താൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കരിമരുന്ന് നിറച്ച ഒരു പടക്കം പോലെയാണ്. ഒരു തീപ്പൊരി തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഒരാളോട് പറയാണ്, നിങ്ങൾ അമ്മാമന് അവിടെ എന്തോ ഒരു കുഴപ്പത്തിൽ പെട്ടു എന്ന് പറഞ്ഞു. അമ്മാമന് വേറെ ആൾ കുഴപ്പത്തിൽ പെടാറില്ലേ, എന്താ പോയി ഇത്ര കുഴപ്പം? അല്ലെങ്കിൽ ഒരാൾ വധിക്കപ്പെട്ടു പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് വധിക്കപ്പെട്ടിട്ടില്ല, പിന്നെന്താ? ഇങ്ങനെയാണ് പ്രതികരണം സാധാരണ കാണും. കോമ്പലപ്പടക്കം തീ കൊടുത്ത മാതിരി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മേലെ കുറേ കൂട്ടിക്കൊളുത്തിയിട്ട് ആകെ കുഴപ്പമുണ്ടാക്കും. ആ കുഴപ്പത്തിൽ മറ്റ് പലവരെയും കൂടി സൂചിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവർ മുഴുവൻ ശത്രുക്കളായി ഇങ്ങനെ ആകൂടിയ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു പ്രതികരണം. ഒരു വീട്ടിൽ ഒരു ഹോസ്റ്റലിൽ 30 കുട്ടികൾ കിടന്നുറങ്ങുകയാണ്. അതിൽ നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് മോനെ വിളിക്കാൻ ചെന്നു. മോനെ കണ്ടുപിടിച്ച് അവനെ മാത്രം മെല്ലെ കാലിൻ്റെ വിരൽ പിടിച്ചു. എന്താ അച്ഛനാണ്, അമ്മയ്ക്ക് സുഖമില്ല, വാന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളൊന്നും ഉണർന്നില്ല. നേരെ മറിച്ച് അവിടെ ചെന്ന് കരുണാകര ഉറക്ക വിളിക്കുകയാണ്. കരുണാകര ഉണരുന്നുമില്ല, മറ്റെല്ലാ കുട്ടികളും ഉണരുകയും ചെയ്തു. കള്ളൻ എന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് തല്ലാന്ന് തുടങ്ങി. അതുപോലെ ഇപ്പം നമ്മളെ പ്രതികരണം, അതായത് നമുക്ക് എന്താ വേണ്ട അതിൽ മാത്രം മനസ്സിനെ പ്രവർത്തിപ്പിക്കുക, അത് മാത്രം മനസ്സിനെ കൊണ്ട് ചെയ്യിക്കുക. മനസ്സുകൊണ്ട് എന്താണോ ചെയ്യാനുള്ളത് മാത്രം മനസ്സിലാക്കി അതിൻ്റെ അപ്പുറം കുഴപ്പമില്ലാത്ത വിധത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ തർക്കമില്ല. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ മാത്രം സംസാരിച്ച് തർക്കമില്ല. നേരെ മറിച്ച് എല്ലാവരും കേൾക്കത്തക്ക സംസാരിച്ചു കഴിഞ്ഞാൽ അതും പല കുഴപ്പങ്ങൾക്കും കാരണം. അതുകൊണ്ട് മനസ്സാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മനസ്സിനെയാണ് ചികിത്സ വേണ്ടതെന്നാണ്. ചില വീട്ടിൽ പോയാൽ നായ്ക്കൾ കാണാം അടുക്കളയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ട് അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ 3 നായ്ക്കളെ വാങ്ങിയതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ നായ്ക്കൾ 3 ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ ചില വീട്ടിലാണെങ്കിൽ നായ്ക്കൾ ഒരു പ്രത്യേക പരിധിയിലേ വരുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കില്ല. കാരണം ട്രെയിൻ ചെയ്യിക്കുകയുണ്ടായി, ശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നായ്ക്കളെ ശീലിപ്പിച്ചാൽ അതിനനുസരിച്ച് അവർ ശീലിക്കും. അതുപോലെ നമ്മൾ മനസ്സിനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്യും. നേരെ മറിച്ച് ശീലിപ്പിച്ചില്ലെങ്കിൽ ആ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്ന നായ്ക്കളെ മാതിരി തോന്നിയ മാതിരിയാണ്. എങ്ങനെ സംസാരിക്കേണ്ടത് ശീലിക്കണം എന്ന് പറയാം. അച്ഛൻ ഫോൺ എടുത്തിട്ട് ഹലോ ഇത് മിസ്റ്റർ കരുണാകരൻ നായർ സംസാരിക്കുന്നു, ആരാണ് ചോദിച്ചു. അതുപോലെ കുട്ടിയാണെങ്കിൽ കുട്ടികൾ ഹലോ ഇത് ദിനുവാണ് സംസാരിക്കുന്നത്, ആരാണെന്ന് അതേമാതിരി പറയും. ചില വീട്ടിൽ ചെന്നാൽ ആരാണ് പറയൂ അങ്ങനെ പറയും. അപ്പോൾ കുട്ടികളും അതേ ഫോൺ എടുത്തിട്ട് പറയൂ ആരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതാണ് ശീലിക്കുക നമ്മളെ മനസ്സ്.
അതുകൊണ്ട് നന്മയിലുള്ള മനസ്സിൻ്റെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതൊക്കെ ശീലിപ്പിക്കുക വേണ്ടതെന്നാണ്. ഒരു ബസ് പെട്ടെന്ന് ഇറങ്ങി വരികയാണ്, ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. ഒരു കുട്ടി ഓടിയിട്ട് ഇറങ്ങി എൻ്റെ പന്തിൻ്റെ പിന്നാലെ ബസ്സുമ്മ തട്ടി തെറിച്ചു. ഉടനെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ബസ് കത്തിക്കലും അതിൽ കണ്ടക്ടറേയും ഡ്രൈവറേയും തല്ലിക്കൊല്ലാനാക്കലെല്ലാം കൂടി. കാരണം പ്രതികരണം പെട്ടെന്ന്. അപ്പോൾ ആരോടാണ് ആ കാരുണ്യം? കുട്ടിയോടുള്ള കാരുണ്യമാണോ അവരുള്ളിൽ കിടക്കുന്ന ഈ കരിമരുന്നിന് തീപിടിക്കാൻ കിട്ടിയ ചാൻസ് ഉപയോഗിച്ചതാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ശീലിക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പെരുമാറേണ്ടതെന്ന് ശീലിക്കണം. അപ്പോൾ ആ ഡ്രൈവറെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. അത് മാത്രമല്ല, ഡ്രൈവറും അതിൽ കുറ്റക്കാരനല്ല. അപ്പോൾ ഡ്രൈവറെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. എത്രയും നമ്മൾ ചെയ്യണ്ടു. അയാൾ തന്നെ പോയി കീഴടങ്ങിക്കോളും, നമ്മളൊന്നും കുഴപ്പമുണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ശീലിച്ചെടുക്കണം. സമൂഹത്തിൽ എങ്ങനെ പെരുമാറേണ്ടത്, ഒരു അപകടം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ തിരിച്ചതാക്കണം. അപ്പോൾ അധികാരികൾ ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടി ക്ഷോഭിതരാകും. അപ്പോൾ അത് അവരെടുത്തുള്ളതായ ഒരു കുഴപ്പമാണെന്ന് അർത്ഥമാണ്. അപ്പോൾ ഈ മനസ്സിനെ ശീലിപ്പിക്കുക വേണ്ടത്. എങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടതൊക്കെ ഗീതയിലൊക്കെ പറയുന്ന മാതിരി അനുദ്വേഗകരം വാക്യം, കേൾക്കുന്നവർ ക്ഷോഭിക്കാത്ത വാക്ക്. ഒരു ദിവസം ഞങ്ങൾ പത്തോളജി ചെന്നിട്ട് പ്രൊഫസർ വന്നു എന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു ലേഡി ടെക്നീഷ്യനാണ്. നിങ്ങളെ മാതിരി എനിക്കും 2 കണ്ണേയുള്ളൂ മുഖത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ള ആൾ അങ്ങ് ദേഷ്യപ്പെട്ടു. എന്താ, ഞാൻ അയാളെ തടുത്തു. അവർ ഒരു ഷേക്സ്പിയർ മാതിരിയൊക്കെ ഒരു സാഹിത്യകാരി ആവേണ്ടതായിട്ടൊരാളാണ്. പക്ഷെ ഇവിടെ എങ്ങനെ പോയി അവർ സംസാരിച്ച എന്താണ്, അത് ഒരു ചമൽക്കാരത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളെ മാതിരി എനിക്ക് 2 കണ്ണുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, അത്രേ എനിക്ക് അറിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെ അവർ പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു. എന്നാലും നമുക്ക് അതിൻ്റെ അർത്ഥം മറ്റേ മാതിരിയാണ് ധരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവർ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിന് ട്രെയിനിങ് ഉണ്ടായാലും മതി. മറ്റേ ട്രെയിനിങ് ഇല്ലെങ്കിലും അയാൾ വഴിക്കേ വരുന്നു വെച്ചാൽ നമ്മൾ മാറിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്കാണ് ട്രെയിനിങ് വേണ്ടത്. എനിക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാനാണ് ട്രെയിനിങ് എടുക്കേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് നടത്താല്ലേ, നിലനിൽപ്പ്, സർവൈവൽ. നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വാക്ക് എങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം. വാക്കിൽ തെറ്റിപ്പോയാൽ നമ്മളെ നിലനിൽപ്പ് അപകടപ്പെടും. ഇപ്പോൾ ഈ വെട്ടിക്കൊലയും മറ്റൊക്കെ നടക്കാൻ കാരണം കുറേയൊക്കെ വാക്കിൻ്റെതാണ്. പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞതായ ചില വൈകല്യങ്ങളാണ് മറ്റുള്ളവർ ഉള്ളിൽ കൊണ്ട് അവർ ഇയാളെ അങ്ങനെ നിർത്തിയാൽ പറ്റില്ല, നമുക്ക് അയാളെ കൊല്ലണമൊക്കെ തീരുമാനിക്കാൻ കാരണം വാക്ക്. ചിന്തകളും അതെ, ചിന്തകളാണല്ലോ വാക്കായി വരുന്നത്, വാക്കാണ് പ്രവൃത്തിയായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ എല്ലാം ട്രെയിനിങ് ഇല്ലാത്തതിന് കുഴപ്പമാണ്. ശീലിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ ശീലിപ്പിക്കാൻ വേണ്ടി അനുദ്വേഗകരം വാക്യം, അതായത് കേൾക്കുന്നവർ ക്ഷോഭിക്കാത്ത വാക്ക് പറയണമെന്നാണ്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവർക്ക് ക്ഷോഭം വരാത്ത മാതിരി ആണ് പറയേണ്ടത്. പിപ്പലാദ മഹർഷിയെ കാണാൻ പിപ്പലായന മഹർഷി വരിക, ഒരു ഉപനിഷത്തിലുള്ളതാണ്. വരുന്ന സമയത്ത് അല്ലയോ മഹർഷിയെ, അങ്ങ് ഇവിടെ എഴുന്നള്ളിയത് അടിയനെ അനുഗ്രഹിക്കാനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വേഗം അനുഗ്രഹവചനങ്ങളെ കൊണ്ട് അടിയനെ കുളിർപ്പിച്ചാലെന്ന് പറയാണ്. അപ്പം അദ്ദേഹം പറയാണ്, അല്ലയോ മഹർഷിയെ, അങ്ങനെയല്ല, അടിയനൊരു സംശയം ഉണ്ടായപ്പോൾ വിജ്ഞരായിട്ടുള്ള അങ്ങേപ്പോലുള്ളവരുടെ പാദപത്മങ്ങളെ ആശ്രയിച്ച് വേണമല്ലോ അതൊക്കെ തീർക്കാൻ, അതുകൊണ്ട് അടിയൻ വന്നതാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയാം, അയ്യോ കണ്ടില്ലേ മഹാത്മാക്കളുടെ ഒരു അനുഗ്രഹം. അതായത് ഞാൻ എന്താണോ ധരിക്കേണ്ടത് ആ വഴിക്ക് എന്നെ സങ്കല്പിപ്പിക്കാൻ തക്ക വിധത്തിൽ ചോദ്യങ്ങളെ കൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടാൽ നമുക്ക് എന്തോ ഒരു ആനന്ദം തോന്നുന്നു. അവരുടെ വചനങ്ങളുടെ ഒക്കെ ശീലമാണ് അനുദ്വേഗകരം വാക്യം. കേൾക്കുന്നവരെ ക്ഷോഭിക്കാത്ത വാക്ക് പറയണമെന്നാണ്, ആനന്ദിപ്പിക്കുന്ന വാക്ക്. ഇപ്പം നമ്മൾ ഒരു സ്വർണ്ണമൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ തുണിയെടുക്കാനോ ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു നല്ല സ്വഭാവമാണ്. കുടിക്കാൻ എന്താ പതിവ്, ഹോർലിക്സോ ബൂസ്റ്റോ ചായ കാപ്പി എന്താ പതിവെന്ന് അല്ലല്ല എന്തെങ്കിലും ഒന്ന് ആവാന്ന് പറഞ്ഞൊക്കെ തരും. എന്നിട്ട് അവിടെ തുണിയൊക്കെ എടുത്തു അല്ലെങ്കിൽ സ്വർണ്ണം എടുത്തു, അത് കഴിഞ്ഞ അവസാനം പൈസ കൊടുത്തു, ബില്ലിൻ്റെ മേലെ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സീലും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ സാർ ഇനിയും ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഇടയ്ക്കൊക്കെ നമുക്ക് കാണണം. നമുക്ക് ഞങ്ങൾ വരാം, അവിടെ ഇരിക്കന്നെ, എഴുന്നേൽക്കുന്നില്ല. എന്നാൽ സാർ ഇനി വേറെ വിശേഷമൊന്നുമില്ല, വേറെ വല്ലതും വേണ്ടല്ലോ. അല്ല ഒന്നും വേണ്ട, അല്ല നിങ്ങൾ ഈ സ്നേഹവും വാത്സല്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല, കുറച്ചും കൂടി ഇരുന്നിട്ട് പോകാമെന്ന്. അത് ശരി സാർ, നമുക്ക് ഇനിയും കാണാം, അതായത് നന്നായി വേണ്ട സന്തോഷം. ഇവർ പോകുന്നില്ല. കുറേ കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ മെല്ലെ ബാക്ക് ചെന്നിട്ട് ഫോൺ ചെയ്യും പോലീസിലേക്ക്. ഇവിടെ കുറച്ച് ആൾക്കാർ സാധനം വാങ്ങിയിട്ട് പോകുന്നില്ല സാർ എന്ന്. അത് ഞങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു, എന്താ ഇവിടെ ഇരിക്കുന്നത് വെച്ചാൽ ഒന്നുമില്ല, അവരുടെ ഈ സ്നേഹവാത്സല്യം കണ്ടപ്പോൾ പോകാൻ തോന്നുന്നു. അത് സ്നേഹം വാത്സല്യം ഞങ്ങൾ ഇനി ബാക്കിയുള്ള അവിടുന്ന് തരാം, എഴുന്നേക്കുന്നു. അപ്പോൾ സ്നേഹം കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു, ഒരു ട്രെയിനിങ് അല്ല, അവർ ശീലമല്ല, അവർ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി കാണിച്ചതായിരുന്നു ആ സ്നേഹം നടത്താൻ. അപ്പോൾ മനസ്സിനെ ശീലിപ്പിക്കുമ്പോൾ എന്തായിരിക്കണം, ആദ്യം അകത്ത്
നമ്മളെ വിചാരത്തിൽ മാറ്റം വരണം, ഒരു വാക്കിൽ മാറ്റം വരുത്തണം, പ്രവൃത്തിയിൽ മാറ്റം വരുത്തണം, ഒക്കെ ഇതൊക്കെ ശീലിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറും കോണ്ടാക്റ്റും രണ്ടെണ്ണം. ഒന്ന് ജന്മപ്രകൃതിയാണ്, ഒന്ന് നമ്മൾ അക്വയർ ചെയ്താണ്, സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ് രണ്ടും. അപ്പോൾ സദൃശം ചേഷ്ടതയെ സുസ്യാപ്രകൃതിയും ജ്ഞാനവാനപി. സദൃശം കാണപ്പെടുന്നു ചേഷ്ടയെ ചേഷ്ടിക്കുന്നതായിട്ട്. സുസ്യാപ്രകൃതി സ്വപ്രകൃതിക്കനുസരിച്ച് ജനറ്റിക് നേച്ചറിനനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറും. ജ്ഞാനവാനപി എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും അത് ശീലിച്ച അതേമാതിരി അതിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് കോഡിൽ എന്താണോ അതിൻ്റെ ഒരു അനാവരണം മാത്രമായിരിക്കും അവരുടെ സ്വഭാവം. ഭാഗ്യവശാൽ ചിലവർ നല്ല സ്വഭാവക്കാരായിരിക്കും. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് കണ്ടല്ലേ, യേശുദേവൻ എന്തൊരു നല്ല മനുഷ്യനാണ്. അയാൾ വീഞ്ഞും കഴിക്കും, പിന്നെ ഇറച്ചിയും തിന്നുണ്ടാവാം, പക്ഷെ എന്നാലും സ്വഭാവത്തിൽ എന്തോരം ശാന്തപ്രകൃതിയാണ്. ഈ ഹിമാലയൻ മാസ്റ്റേഴ്സിൻ്റെ ബുക്ക് പറയും, ഈ മൈത്രേയ മഹർഷിയാണ് ജീസസ് ക്രൈസ്റ്റായിട്ട് അവതാരം ചെയ്തതെന്ന്. അങ്ങനെ ജീസസ് ക്രൈസ്റ്റായിട്ട് അവതാരം ചെയ്തു. അവിടെ വളരെയധികം ചൂടന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഇത്രയധികം സൗഹൃദത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന ഒരാളുടെ അവതാരം ഉണ്ടായത്. ആ അവതാരം കഴിഞ്ഞ് അവർ കുരിശ് തറച്ചു, അയാളെ കൊന്നു. കൊന്നതിന് ശേഷം പിന്നത്തെ ജന്മം കാശ്മീരിൽ ഒരു പണ്ഡിതനായിട്ട് ശൈവതന്ത്രത്തിലുള്ള തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി അവിടെ അവതാരം ചെയ്തു എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ ഗോലംകുന്നിൽ, ഇപ്പോൾ വേറൊരു അവതാരത്തിൽ ഗോലംകുന്നിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ഈ പലസ്തീൻ്റെയും മറ്റേ ജൂതന്മാരുടെയൊക്കെ സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ആ മലയുടെ മുകളിൽ വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹിമാലയൻ മാസ്റ്റേഴ്സിൻ്റെ ബുക്കുകൾ കുറേ ഉണ്ട്. പുറത്തേക്കൊന്നും അവർ വിടാറില്ല. അത് വളരെ ഈസോട്രിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് പരാവിദ്യയെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രതിപാദനങ്ങൾ ആ ബുക്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊരു ബുക്ക് ഒരു മഹാത്മാവ് എനിക്ക് തന്നു. അയാൾ 88 വയസ്സായി മരിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചിട്ട് ഉടനെ തിരിച്ചു തരണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മരിച്ചു പോയിച്ചാൽ അത് ചുട്ട് കളയണം. ഇതാണ് ഓർഡർ. അപ്പം എന്താ പതിയിലും ഞാൻ വലിയ കാര്യമായി റൂമിൽ പോയിട്ടൊക്കെ വാതിലൊക്കെ അടച്ച് വായിക്കാൻ തുടങ്ങി. വളരെ അത്ഭുതകരമായിട്ടുള്ള, അതായത് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ശരീരത്തിൽ വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെ വായിച്ച് പോകുമ്പോൾ ഈ തലച്ചോറിൽ ഈ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കുളങ്ങളുണ്ട്. ആ കുളങ്ങളിലെ ഓരോ കണങ്ങളും പ്രകാശകണികകളായി മാറും ഈ ധ്യാനം ശീലിച്ച മഹാത്മാക്കളുടെ. ആ പ്രകാശകണിക ആവുന്ന സമയത്ത് അവർക്ക് കാലദേശാതീയമായുള്ള പ്രജ്ഞ തെളിയുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കോങ്കോ വനത്തിലെ മൃഗങ്ങളെ കാണാം, ന്യൂയോർക്ക് സിറ്റിയിലെ വാഹനങ്ങൾ ഓടുന്ന കാണാം, കടലിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങളെ കാണാം, ആകാശത്ത് ഗാലക്സിയെ ചുറ്റിത്തിരിയുന്ന കാണാം. എല്ലാം കാരണം കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞയുടെ ഒരു കണക്ഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ആ പ്രജ്ഞയുണ്ട് അവിടെയൊക്കെ അവരുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോൾ ആ ഒരു ഇത് തെളിയുന്നതാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ബുക്കും കൊണ്ട് നേരെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ആളെടുത്ത് ചെന്നു. അയാളോട് പറഞ്ഞു, ഇത് വളരെ മഹനീയമായിട്ടുള്ള പുസ്തകം ആർക്കും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നാണ്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഫോട്ടോസ്റ്റാറ്റ്, ന്യൂറോളജിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ വെച്ച് നോക്കുമ്പോൾ മഷി ഇങ്ങനെ മേലെ അതൊന്നും കാണുന്നില്ല, അക്ഷരം വരുന്നില്ല. അപ്പോൾ ഇയാൾ വേറൊരു ബുക്ക് എടുത്ത് അതേ വലിപ്പമുള്ള ബുക്ക് വെച്ച് നോക്കുമ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വീണ്ടും വെച്ചു. അപ്പോൾ മഷിയോണ്ട് ഇങ്ങനെ തേക്കുന്ന മാതിരി, ചാണകം മെഴുകുന്ന മാതിരി, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, പുതിയൊരു മെഷീൻ ഉണ്ട് എനിക്ക്, അതിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിൽ കൊണ്ടുപോയി നോക്കി. അതിലും അതേമാതിരി തന്നെ മഷി ഇങ്ങനെ കെട്ടുക എന്നല്ലാതെ ഒരക്ഷരം പതിയുന്നില്ല. ഇതേമാതിരിയുള്ള വലിപ്പമുള്ള വേറെ ബുക്ക് വെച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല, എന്തോ ഇതിലുണ്ട്, എനിക്ക് അത് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തിരിച്ചു തന്നു. അങ്ങനെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ ബുക്ക് നോക്കുന്ന സമയത്ത് 1800 ഏതോ ഒരു കൊല്ലത്തിൽ രഹസ്യമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പ്രിൻ്റ് ചെയ്തൊരു പുസ്തകമാണ്. അത് ഹിമാലയൻ മാസ്റ്റേഴ്സ്, അതായത് 7 ഹിമാലയൻ മാസ്റ്റർമാർ, 7 പേര് ഫിലിപ്പൈൻസിൽ, 7 പേര് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്ത്, ഇങ്ങനെ 21 ശ്വേതഋഷി സംഘങ്ങളെക്കുറിച്ചൊക്കെ പറയുണ്ടായിരുന്നു. അതിൽ അവരുടെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഓരോ ഘട്ടത്തിൽ ഉണ്ടാകുന്നതായുള്ള ത്യാഗം എന്തൊക്കെയാണ് വേണ്ടത്, ആ ത്യാഗം ചെയ്യുന്ന സമയത്ത് ആത്മാക്കളുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, ശരീരത്തിൽ തലച്ചോറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം അങ്ങനെ ചില ബുക്കുകൾ, ആ ഒരൊറ്റ ബുക്കേ ഉള്ളൂ എന്നാണ്. അതിങ്ങനെ കൈവഴിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ ഒന്ന് നേരെയാക്കാൻ ഉള്ളതായ കുറേ തത്വസംഹിതകളാണ്. അവരുടെ ഗുരുപരമ്പരയിൽപ്പെട്ടതാണ് ഇവിടെയുള്ള എല്ലാ സന്യാസിമാരെന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ 1/3 ഹിമാലയൻ മാസ്റ്റേഴ്സിൻ്റെയാണ്. 7 പേര് ഹിമാലയ ശ്വേതഋഷി സംഘങ്ങൾ 7 പേരാണ്. ഇപ്പം റഷ്യ എന്ന് പറഞ്ഞാൽ ഋഷിമാരുടെ നാട് എന്നർത്ഥം. അവർ ശിബിരങ്ങൾ കെട്ടി താമസിച്ചിരുന്ന സ്ഥലമാണ് സൈബീരിയ. അപ്പോൾ അവിടെയൊക്കെ ഋഷിമാരുള്ള സ്ഥലമാണ്. അങ്ങനെ വന്ന് തിബത്ത്,
ഈ ഹിമാലയാസിൽ മുഴുവൻ ഋഷിമാർ ഇപ്പോഴും ഹിമാലയത്തിൽ വളരെ അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിൽ വലിയ ഗുഹയിലൊക്കെ ഏകാന്തതയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഹെലികോപ്റ്റർ വന്നിട്ടാണ് അവർക്ക് ഹെലികോപ്റ്റർ ഇങ്ങനെ വന്ന് നിന്നിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ സിമെൻ്റ് ഇട്ട് ചെറിയ തറ ഉണ്ടാക്കി അവിടെ ഒരു പിന്നെ സോളാർ ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിമാലയത്തിൽ ബദ്രിയിലൊക്കെ നമ്മൾ അർദ്ധരാത്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ നീല കളറുള്ളതായ കുറേ സ്ഥലങ്ങൾ കാണാം. അവിടെയൊക്കെ ആത്മാസ കയറിപ്പോകാൻ സാധ്യമല്ല. ഞാൻ കഴിയുന്നത്ര കയറിപ്പോയി ഏകദേശം പകുതി വരെയുള്ള മഹാത്മാക്കളെ ഗുഹയിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചിന്തിക്കാതെ. എന്നാൽ അവർ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് നമ്മളോട് സംസാരിക്കും. ഒരാൾ അങ്ങനെ സംസാരിച്ചു. അവിടെ അങ്ങനെ ഇരുന്ന് കുറേ ഇരുന്നപ്പോൾ അയാൾ വന്നപ്പോൾ ഒരു തോർത്തുകൊണ്ട് മാത്രമേ അയാൾ കൊടുത്തുള്ളൂ. ഞാൻ പിന്നെ 2 സ്വെറ്റർ, ഒരു മങ്കി ക്യാപ്പ്, കൈക്ക് ഉറ, കാലിന് ഉറക്കെ ആയിട്ടാണ് പോയത്. ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അദ്ദേഹം ഒന്നുമില്ല, വെറും ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ട് സംസാരിച്ച എന്താണ് 3 കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കൊന്നും വേണ്ടത് നമുക്കറിയില്ല, പക്ഷെ അവർക്കറിയാം നമുക്ക് എന്താ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വൈബ്രന്റ് മാസ് ഓഫ് എനർജിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് വൈബ്രന്റ് മാസ് ഓഫ് എനർജി, കമ്പനം ചെയ്യുന്ന എനർജിയുടെ മാസിനെ കുറിച്ചാണ് പറയുന്നത്. അത് പറഞ്ഞ സമയത്ത് അത് 15 മിനിറ്റ് അത് സംസാരിക്കുന്ന അത്രയും സമയം എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഫോർക്ക് പോലെ ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര വൈബ്രേഷൻ. അത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വൈബ്രേഷൻ നിന്നു. അദ്ദേഹം സബ്ജക്റ്റ് മാറ്റി വേറൊന്ന് പൾസേറ്റിംഗ് മാസ് ഓഫ് എനർജിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൾസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഓറയടക്കം ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അയാൾ പറയുന്നൊക്കെ നമ്മളിങ്ങനെ അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് 3ാമത്തെ സബ്ജക്റ്റ് ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിരലിൽ ചൈതന്യമാക്കി മാറ്റി. അപ്പോൾ ഇതൊരു മാറ്ററാന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ചൈതന്യം മാത്രം. അപ്പോൾ എനിക്ക് തോന്നി ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരം മുഴുക്കം ഇങ്ങനെ ആയിരിക്കണം. അമൃതാനന്ദ വൈ അമ്മ 24-48 മണിക്കൂറൊക്കെ വിശ്രമമില്ലാതെ, സത്സായി ബാബ, ഇവരൊക്കെ, രവിശങ്കർ, ഇവരുടെയൊക്കെ ശരീരപ്രകൃതി ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാവാം എന്നിങ്ങനെ ആലോചിക്കാൻ തോന്നുക നമുക്ക്. അങ്ങനെ അതും കഴിഞ്ഞ് പോയി. എത്ര കാലമായി അവിടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ 54 കൊല്ലമായി എന്ന് പറഞ്ഞു. 54 കൊല്ലമായി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ബോറടിക്കില്ലേ? ഒരു ബോറടിയില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ സുഷുപ്തിയിൽ കിടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന ഒരാളാണ്. അയാൾ അങ്ങനെ കിടക്കുന്ന 5-6 മണിക്കൂർ അയാൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പം അവർക്ക് ബോറടിക്കില്ലേ? അവർക്ക് മുഷിയില്ലേ എന്ന് വെച്ചാൽ മുഷിയാൻ കാരണം എന്താണ്? കാലമില്ല, ദേശമില്ല, അഹന്തയില്ല, മമതയില്ല. ഈ ലോകത്തുള്ള എല്ലാ അനുഭവങ്ങളും കാലത്തെ, ദേശത്തെ, അഹന്തയെ, മമതയെ ആശ്രയിച്ചുള്ളത് മാത്രമാണ്. ഈ 4 ഘടകങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല ഉറങ്ങുന്ന സമയത്ത്. കാലം പോയി, ദേശം പോയി, അഹന്ത പോയി, മമത പോയി. അപ്പം ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മുഷിയാൻ എന്തെങ്കിലും കാരണം വേണം. ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു, അല്ലെങ്കിൽ അത് കേട്ട് മുഷിഞ്ഞു, കണ്ട് മുഷിഞ്ഞു, തിന്ന് മുഷിഞ്ഞു എന്നൊക്കെ പറയണം. ഇതൊന്നുമില്ല. കാലം, ദേശ, അഹന്ത, മതാദികൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയാണ്. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ വെറുതെ സമയം നഷ്ടപ്പെടുത്താൻ നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ സ്വപ്ന ലോകത്തിൽ മഹാരാജാവായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് നോക്കിയാൽ കാണില്ലല്ലോ. ഇതുപോലെ ഈ മഹാത്മാക്കൾ അവിടെ ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു കൊല്ലം ചെന്നു, ബദരി ചെന്നു, അയാൾ കണ്ടു. പിറ്റത്തെ കൊല്ലം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഈ അടുത്ത സെക്കൻഡിൽ എന്നെ കണ്ടു, ഞാൻ പോന്നു, പിന്നെ അപ്പം തന്നെ ഞാൻ ചെല്ലുന്ന വരെ അദ്ദേഹത്തിന് തോന്നുക. കാരണം അദ്ദേഹം ഇരിക്കുന്ന അവസ്ഥയിൽ കാലില്ല, ദേശമില്ല, അഹന്തയില്ല, മോഹമില്ല. അതുകൊണ്ട് കാലില്ലാത്തതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു നമുക്ക് തോന്നുക, അല്ലാതെ അയാൾക്ക് തോന്നുന്നില്ല എന്നത്. അപ്പോൾ പ്രണവം പ്രകർഷേണ നവം, ഒരിക്കലും മടുക്കാത്ത ഒരു മഹാ അവസ്ഥയിലാണ്, ആത്മസ്വരൂപത്തിൽ ഇരിക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് കാലവും ദേശമൊന്നുമില്ല. പിന്നെ അവർക്ക് മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ലോകം ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധൻ സമാധിയിലിരിക്കുന്ന സമയത്ത് 1250 ബോധിസത്വന്മാരാണ്, സത്വബോധത്തിന് വേണ്ടിയിരിക്കുന്നവർ, ബോധിസത്വന്മാർ. അവരിങ്ങനെ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് ബുദ്ധൻ കണ്ണു തുറന്നപ്പോൾ എല്ലാവരും അടുത്ത് ചെന്നിട്ട്, അല്ലയോ മഹാത്മാ, അങ്ങ് ഈ സമാധിയിൽ എന്താണ് അനുഭവിച്ചതെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് അത്ഭുതമായി. കാരണം ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സാ സഹ, അതൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ധരിച്ചിട്ടുള്ളത്. ആ അനുഭവം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ബുദ്ധൻ ഇതാ പറയുന്നത്, പറഞ്ഞു തരാമെന്ന്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു കഥ പറയാണ്. ഈ സെൻ ബുദ്ധിസത്തിലുള്ള കഥയാണ്. കടലിൽ ഒരു മത്സ്യവും കരയിലൊരു തവളയും വലിയ സുഹൃത്തുക്കളായിരുന്നു. അവരെന്നും വൈകുന്നേരം 5 മണിക്ക് ഒന്നിച്ചു കൂടും. കഴിയാവുന്നത്ര അടുത്തേക്ക് വരും കടൽ മത്സ്യം, കഴിയാവുന്നത്ര അടുത്തേക്ക് കരയിൽ തവളയും ചെല്ലും. തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു 7 മണി വരെ, ഇരുട്ടാവുന്നവരെ സംസാരിക്കും. അതിൻ്റെ ശേഷം പിരിഞ്ഞു പോകും. അങ്ങനെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മത്സ്യം വന്നപ്പോൾ തവളയെ കണ്ടില്ല കരയിൽ. ഏതായാലും മത്സ്യം സാധാരണ നിൽക്കുന്ന അത്രയും സമയം കാത്തിരുന്നു. അത് കഴിഞ്ഞ് മത്സ്യം പോയി. പിറ്റേ ദിവസം വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. അവസാനം 7-ാം ദിവസം അതാ തവളയെ കണ്ടു. അല്ല ചങ്ങാതി, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കരയൊക്കെ ഒന്ന് കാണാൻ പോയതായിരുന്നു. കരയോ?
അവിടെയൊക്കെ എങ്ങനെ ഉള്ള മത്സ്യങ്ങളൊക്കെ എന്നെക്കാളും വലുതോ ചെറുതോ? അവിടെ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയുള്ള ആഴം എൻ്റെ കടലിനേക്കാളും ആഴമുണ്ടോ അതിനേക്കാളും കുറവാണെന്ന്. അവിടെ അങ്ങനെയൊന്നും അല്ല. പിന്നെ അവിടെയുള്ള തിരമാലകളൊക്കെ എങ്ങനെ ഇതിനേക്കാളും ഗംഭീരാണോ അല്ലേന്ന്? അവിടെ അങ്ങനെയൊന്നും അല്ല. നൊരയും പതയൊക്കെ എങ്ങനെയാണ് അവിടെയെന്ന്? അവിടെ അങ്ങനെയൊന്നും ഇല്ലയെന്ന്. മത്സ്യങ്ങൾ എന്നെക്കാളും വലുതോ ചെറുതോ? അവിടെ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരം, അവിടെ അങ്ങനെയൊന്നും അല്ല. അതോടുകൂടി മത്സ്യത്തിന് ദേഷ്യം വന്നു. മത്സ്യം പറഞ്ഞു, നീ കണ്ട കരയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മടങ്ങിപ്പോയി. ഇത്രയും പറഞ്ഞു ബുദ്ധനാണ് കണ്ണ് അടച്ചു. അപ്പോൾ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും വെച്ച് താരതമ്യം ചെയ്ത് നോക്കി, അതിലൊന്നും പെടാത്തതാണ്. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ബുദ്ധൻ്റെ സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലുള്ള അനുഭവം എന്താണെന്നുള്ളത് അനുഭവസ്ഥന് മാത്രമേ മനസ്സിലാവുള്ളൂ, വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളത്. പഞ്ചാരയുടെ സ്വാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കുറച്ച് പഞ്ചാര വായിലിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ബുദ്ധൻ പറഞ്ഞു. എന്നൊരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് കരിയായിരുന്നല്ലോ പണ്ട് വാർദ്ധക്യ രോഗം മരണം കണ്ടിട്ട്, ഇന്നും വാർദ്ധക്യ രോഗം മരണം കാണുന്നു. 7 കൊല്ലം വൃക്ഷത്തിൻ്റെ വീട്ടിൽ അനങ്ങാതിരുന്ന സമയത്ത് അങ്ങയുടെ മുഖത്ത് മായാത്ത മന്ദഹാസം പൊട്ടിവിടർന്ന് ഹൃദയം മുഴുവൻ ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്ന് പറയണം. പക്ഷെ ഇന്നും വാർദ്ധക്യ രോഗം മരണമുണ്ടല്ലോ, എന്താ അങ്ങ് കരയാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് എൻ്റെ ബോധം കലങ്ങിയ ബോധമായിരുന്നു. കലങ്ങിയ ബോധത്തിലൂടെ നോക്കുമ്പോൾ അനീതി അക്രമം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ 7 കൊല്ലം അനങ്ങാതെ വെച്ചപ്പോൾ അനങ്ങാതെ ഇരുന്ന സമയത്ത് കലങ്ങിയ ബോധം തെളിഞ്ഞ ബോധമായി. തെളിഞ്ഞ ബോധത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു ശക്തിയുടെ അനന്തവിലാസങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതിൽ നീതിയും ക്രമവും മാത്രമേ ഉള്ളൂ എവിടെയും ഞാൻ നോക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇതാണ് കാരണം എന്ന് പറഞ്ഞു. ഇനി എനിക്ക് എങ്ങനെ കരയാൻ പറ്റുന്നു? അപ്പോൾ നമുക്ക് എവിടെയും അനീതി അക്രമം കാണുന്നു എന്ന് പറഞ്ഞാൽ കലങ്ങിയ ബോധമാണെന്ന് അർത്ഥം. തെളിഞ്ഞ ബോധത്തിൽ നോക്കിയാൽ എല്ലാറ്റിനും തക്ക കാരണം ഉണ്ടാവും. ഒരു കാരണം കൂടാതെ ഒരു കാര്യമില്ല എന്നാണ്. കാരണം കൂടാതെ കാര്യമില്ല, കാര്യത്തിൽ നിന്ന് കാരണം എടുത്ത് മാറ്റിയാൽ കാര്യമില്ലാത്തതാണ്. അതുകൊണ്ട് കാര്യം തന്നെ കാരണമായിട്ട് വിവർത്തവാദം എന്നൊക്കെ നമ്മൾ പറയാറുള്ള മാതിരി. അങ്ങനെ അപ്പോൾ ഈ ഒരവസ്ഥ ഒരിക്കലും മടുക്കാത്ത, കാലത്തെയും ദേശത്തെയും അഹന്തയും മമതയും അതികടന്നതായിട്ടുള്ള ഒരവസ്ഥയിൽ, അവരുടെ സമാധി അവസ്ഥയിൽ എന്താണ് അവരുടെ അനുഭവം എന്ന് നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ അവരിങ്ങനെ ഇരിക്കുന്നു, പ്രണവസ്വരൂപികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒരിക്കലും അവർക്ക് മടുപ്പും വരുന്നില്ല. അപ്പം എന്തായിരിക്കണം കാരണം? എന്തോ ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മൾ നിദ്രയിൽ, നമ്മൾ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ഒരു സെക്കൻഡ് സമയം അനുഭവിക്കുന്നതായിട്ടുള്ളത് എൻ്റെ പൂർണ്ണ രൂപമായിരിക്കാം അവരനുഭവിക്കുന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഉന്മാദാവസ്ഥയിൽ നമുക്ക് ഒരു സെക്കൻഡ് സമയം ഉണ്ടാകുന്ന, ഓർഗാസ്മിക് സ്റ്റേറ്റിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ബോധാനന്ദ സ്വരൂപത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയായിരിക്കാം, ഫുൾ സ്പെക്ട്രം ആയിരിക്കാം അവർ എന്നൊക്കെ നമുക്ക് ധരിക്കാമെന്നല്ല. നമ്മുടെ അനുഭവം വെച്ചിട്ട് അതിൽ ഓമിക്കാവുന്ന സ്ലീപ്പ്, സെക്സ്, സമാധി 3 ഏകദേശം താരതമ്യപ്പെടുത്താവുന്നതെന്ന് പറയുന്ന മാതിരിയൊക്കെ എന്നല്ലാതെ ശരിയായിട്ടുള്ള അതിൻ്റെ രൂപം നമുക്ക് അറിയാൻ സാധ്യമല്ല. അപ്പം അങ്ങനത്തെ ആളുകൾ അവിടെ ധാരാളമുണ്ട്. കാട്ടിൻ്റെ മേലെ മലയുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ വെള്ളം കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല എന്നാണ് പറയും. അപ്പോൾ അതൊക്കെ വെറുതെ പറയാണ് വിചാരിക്കും. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെയല്ല, ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കുന്നു. 411 ദിവസം വെറും പച്ചവെള്ളം കുടിച്ചിട്ട് എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് കിടന്ന ഒരാൾക്ക് ഒരു കുഴപ്പവും വന്നില്ല എന്ന് 11 മെഡിക്കൽ കമ്പനിക്കാർ പരിശോധന നടത്തി. എല്ലാ ദിവസവും മൂത്രവും രക്തവും പരിശോധിക്കുകയായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള അബ്നോർമാലിറ്റിയും കണ്ടിട്ടുമില്ല അവർ. അപ്പോൾ എന്താണ് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക? അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കൾ ആഹാരം വേണ്ട, വെള്ളം വേണ്ട. അപ്പോൾ എന്താ ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ശരിയാന്ന് പറയുന്നു. കാരണം നമ്മൾ 10 ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള 10 ഗ്രാം പ്രോട്ടീൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് അവിടെ വേണത് അക്കോമഡേറ്റ് ചെയ്യാൻ. എൻ്റെ വീട്ടിൽ 15 വിരുന്നുകാരുണ്ടെങ്കിൽ, അമ്മായിയും മരുമക്കളൊക്കെ വരികയാണെങ്കിൽ അവരോട് പറയാണ്, ഞങ്ങൾ ഇവരെ ഒന്ന് പറഞ്ഞേക്കട്ടെ, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ എത്ര ആൾ വരുന്നോ അത്ര ആൾ ഇവിടുന്ന് പറഞ്ഞേക്കേണ്ടി വരും. അതുപോലെ ശരീരത്തിൽ എത്ര നമ്മൾ ആഹാരം കഴിക്കുന്നോ അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ടോ അത്ര പ്രോട്ടീൻ നമ്മൾ ശരീരത്തിൽ നിന്ന് കളഞ്ഞിട്ട് വേണം കളയാൻ. അങ്ങനെ യൂറിയ, ക്രിയാറ്റിനൊക്കെ ആയിട്ട് കളയണം, മൂത്രത്തിൽ കൂടെയൊക്കെ കളയാം. അങ്ങനത്തെ അവിടെയാണ് മറ്റേനെ അക്കോമഡേറ്റ് ചെയ്യാന്നർത്ഥം. അപ്പം ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്തതായിട്ടുള്ള ഇതാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുക, ആഹാരം കൊണ്ട് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. നേരെ മറിച്ച് ആഹാരം കഴിക്കുന്നില്ലെങ്കിലോ ശരീരത്തിൻ്റെ പ്രോട്ടീൻ ഡിസൻഗ്രേറ്റ് ചെയ്യുകയില്ല, അത് ക്ഷയിച്ചു പോവുകയില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. എത്ര ശരീരമുണ്ടോ ആ ശരീരം അങ്ങനെ തന്നെ നിൽക്കും ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഓക്സിജൻ കിട്ടാൻ നമ്മൾ ശ്വാസം കഴിക്കേണ്ടതെന്ന് ഓക്സിജൻ കിട്ടും. വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലെ, അതായത് വായുമണ്ഡലത്തിലുള്ളതായ വെള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഹ്യൂമിഡിറ്റി, അത് ഈ സ്കിന്നിൽ കൂടെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് സ്കിന്നിന്. അതായത് പെർക്കുട്ടൈനസ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പണ്ട് വിശ്വസിച്ചിരുന്നില്ല ഡോക്ടർമാർ, പക്ഷെ ഇപ്പം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പാമ്പ് കടിച്ച് 2 കിഡ്നി പഞ്ചറായിപ്പോയി എന്ന് വെച്ചാൽ എത്ര മൂത്രത്തിൽ കൂടെ പോകണോ അത്ര വേർപ്പ് ഗന്ധികളിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ വരും.
അപ്പോൾ പാമ്പ് കടിച്ച് കിഡ്നി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ കടത്തിയിട്ടുണ്ടാവും. അവരെ ഭാര്യമാർ കാണാൻ തോർത്തുമുണ്ട് മുക്കിയിട്ട് ഇങ്ങനെ പിഴിയണം ഒരു ബക്കറ്റിൽ നിറയും കുറേ നേരം കഴിയുമ്പോഴേക്കും. അപ്പോൾ എത്ര വെള്ളം മൂത്രത്തിൽ കൂടെ പോകണോ അത്ര വെള്ളം വേർപ്പുഗന്ധി കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തീരെ കുടിച്ചില്ലെങ്കിൽ അറ്റ്മോസ്ഫിയറായ ഹ്യൂമിഡിറ്റി, അതായത് ഈ ഈർപ്പത്തിൽ നിന്ന് അത്ര തന്നെ വെള്ളം എത്രയും വേണ്ട വെച്ചാൽ അത്രയും വലിച്ചെടുക്കാനുള്ള കഴിവ് സ്കിന്നിനുണ്ട് എന്ന് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വെള്ളം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റ്മോസ്ഫിയറിലുള്ളതായ ഹ്യൂമിഡിറ്റിയിൽ നിന്ന് വേണ്ടത്ര വെള്ളം കിട്ടുന്നുണ്ട്, ഓക്സിജൻ അങ്ങോട്ട് കിട്ടും. ഇതിങ്ങനെ പിന്നെ നമ്മൾ ആഹാരം കഴിച്ചാൽ അതിൽ 23 മുതൽ 25% വരെ സൗരോർജം ആണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. സൗരോർജ്ജമാണ് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഈ ആഹാര പദാർത്ഥങ്ങളിൽ, അതായത് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഈ സൗരോർജ്ജത്തെ ഉള്ളിൽ ചെറിയ ചെറിയ ബാറ്ററി പോലെ ആക്കിയിട്ടാണ് ഈ ആഹാര പദാർത്ഥമായി മാറുന്നത്. അത് നമ്മൾ കഴിച്ച് ദഹിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് മാറ്റി എനർജി ലിവറിൽ വെച്ചിട്ട് ആ എനർജി എല്ലാം കൂടി തലച്ചോറിൽ ചെന്ന് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അത് ട്രാൻസ്ഫോർമർ വലിയ ഈ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോർമറൊക്കെ ഉള്ള മാതിരിയാണ്. അപ്പോൾ ഈ ആഹാര വഴിക്ക് 23-25% കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് ഈ സോളാർ എനർജിയിൽ നേരിട്ട് അവരെ പ്രാണമയ കോശത്തിലേക്ക് സോളാർ എനർജിയെ നേരിട്ട് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാ വെച്ചാൽ ഈ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഫോട്ടോണിക് എനർജി, സൗരോർജം, അതിങ്ങനെ വേവായിട്ട് വരുന്നു. അതിൻ്റെ വേവ് ലെങ്ത് എത്രയെന്ന് വെച്ചാൽ അതേ വേവ് ലെങ്ത്തിൽ നമ്മളെ ഈ പ്രാണമയ കോശത്തിൻ്റെ വേവ് ലെങ്ത് ആക്കുക. അതിനവർ മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ സങ്കല്പം കൊണ്ടോ അവർക്കത് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ടയറ് അങ്ങോട്ട് നീക്കി അതിൻ്റെ ഉള്ളിലേക്കാണ്ട് അമർത്തി വെച്ചാൽ ഉടനെ കാറ്റ് നിറയുന്നത് പോലെ അവരുടെ ശരീരത്തിൽ ഈ സൗരോർജ്ജം നിറയും. ബയോപ്ലാസ്മിക് എനർജിസ്റ്റോ അല്ലെങ്കിൽ പ്രാണമയ കോശത്തിൽ പെട്ടെന്ന് എനർജി നിറയുന്നവർ. അപ്പോൾ ഈ സൗരോർജ്ജം നോക്കുന്നതായ ഒരു പുതിയ ടെക്നിക്ക് ഉണ്ടല്ലോ. രാവിലെ ഉദയ സൂര്യനെ അല്ലെങ്കിൽ അസ്തമയ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മളെ ഈ റെറ്റിനെ കൂടെ സൗരോർജ്ജം അകത്തേക്ക് കിടക്കും. അത് ആദ്യം ഏതാനും സെക്കൻഡ് സമയം കഴിഞ്ഞ് കൂടി 15 മിനിറ്റ് 25 മിനിറ്റ് നോക്കാറായി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ള സൗരോർജ്ജം നമുക്ക് കിട്ടുന്നതാണ്. ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം കുടിച്ചാലൊക്കെ മതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോഴിക്കോടൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെ പ്രഷർ മാറി, ഡയബറ്റീസ് മാറി, കണ്ണടക്കം മാറ്റിയിട്ട് അല്ലാത്ത വരി വായിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, രത്തൻ സിംഗിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അങ്ങനെ സൗരോർജ്ജം. അപ്പോൾ അവർക്ക് സൗരോർജ്ജത്തിൽ നിന്ന് വേണ്ടത്ര എനർജി കിട്ടുന്നുണ്ട്. ആത്മാക്കൾക്ക് വെള്ളം അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നുണ്ട്, വായുവിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നുണ്ട്. പിന്നെ ശരീരം ആഹാരം കഴിക്കാത്തതുകൊണ്ട് ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, എത്രയോ കാലമായിട്ട് ഇരിക്കുകയാണ് അവർ. ഇപ്പോൾ ബാബാജിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വെച്ചാൽ ഇങ്ങനെ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ ഞങ്ങൾ ഹിമാലയത്തിൽ പോയ സമയത്ത് സരസ്വതി നദി കാണാൻ പോയപ്പോൾ സരസ്വതി നദിയുടെ അടുത്ത് നിന്ന് മേലോട്ട് നോക്കുമ്പോൾ വലിയൊരു പാറയുടെ മുകളിലൊരു ഗുഹ ഉണ്ട്. ആ ഗുഹയിൽ ഒരു സ്വാമി ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൈകൊണ്ട് ഇങ്ങനെ വേവ് ചെയ്ത സമയത്ത് സ്വാമി ഇങ്ങോട്ടും കൈകൊണ്ട് വേവ് ചെയ്തു. അപ്പോൾ ആരാന്ന് വെച്ചപ്പോൾ അവിടെ ഗ്രാമവാസികൾ പറഞ്ഞു, ഇടയ്ക്ക് അങ്ങനെ 2-3 ദിവസം അവിടെ കാണാറുണ്ട്, പിന്നെ അങ്ങ് അപ്രത്യക്ഷമാവാറുണ്ട്. അത് ബാബാജിയാണ് അവിടെ വന്ന് ഇരിക്കാറ് 2-3 ദിവസമൊക്കെ എന്ന് പറയാണ് അവർ പറയാം. അപ്പോൾ ബാബാജിയാണെന്നാണ് പറയണത്. പക്ഷെ ഞങ്ങൾക്ക് മുഖമൊന്നും ശരിക്കും വെക്കതല്ല, അത്രയും ഉയരത്തിലാവുന്നുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ കണ്ടു. 2 പ്രാവശ്യമായി ഞങ്ങൾ കാണുന്നു. ഒരു 2 കൊല്ലം മുമ്പേ ഒരിക്കൽ ചെല്ലുമ്പോഴും ആ അതേ ഗുഹയിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അങ്ങനെ അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുന്നു. നമ്മളെ ഇതിൻ്റെ ഒന്നും ആശ്രയമില്ലാതെ തന്നെ സൗരോർജ്ജം നേരിട്ട് കിട്ടുന്നു. അറ്റ്മോസ്ഫിയർക്ക് ഇത് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാസ് അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രകൃതി തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള വസ്തുതകളാണ്. പക്ഷെ നമ്മൾ ഈ നിയമങ്ങളൊക്കെ തെറ്റിക്കൊണ്ടാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഉള്ളതായ 2 തരം ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശക്തികളുണ്ട്. പ്രതിരോധ ശക്തി രോഗം വരാതെയാക്കുന്നതായ ശക്തികളാണ്. ഈ ശക്തിക്ക് വൈകല്യം വരുമ്പോഴാണ് നമ്മൾ രോഗഗ്രസ്തരാകുന്നത്. അതായത് അകത്തുള്ള രോഗങ്ങൾ ഉണരുന്നത്. നമുക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആയിട്ടുള്ള രോഗങ്ങൾ ജീൻ്റെ ഉള്ളിലുണ്ടാവും ഉറങ്ങിക്കിടക്കുന്നത്. പക്ഷെ അതിനെ ഉണരാൻ കാരണമാകും വിധം വികലമായിട്ട് നമ്മൾ ജീവിച്ചാലേ ഉണരുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ അമർന്ന് അവിടെ കടന്നോളൂ എന്നർത്ഥം. അപ്പം അങ്ങനെ ഈ മനസ്സാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് അവസാനം കണ്ടുപിടിച്ചുകൊണ്ട് ആ മനസ്സിനെ ശീലിപ്പിക്കുക, നല്ല വഴിക്ക് ശീലിപ്പിക്കുക. എങ്ങനെ ശീലിപ്പിച്ചാലാണോ ഈ ശരീരത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് പ്രകൃതി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ നമുക്ക് യോഗ ഉണ്ടാവുക, ആ തരത്തിലുള്ളതായ ഇതാണ് ശീലിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ശീലത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പലതരം ശാസ്ത്രത്തിലും മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുക കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് കേട്ടു കണ്ടു ശ്രവണം മനനം ഒക്കെ കഴിഞ്ഞ് നിധ്യാസനം എന്ന് പറഞ്ഞ സംഗതിയിലെത്തുമ്പോഴാണ് നമ്മൾ പലർക്കും ഒരു വിഷമം വരിക.
അപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാഷ് ക്ലാസ് എടുക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ട്. അവരത് അങ്ങനെ തന്നെ അങ്ങ് പഠിക്കും. പഠിച്ചിട്ട് എഴുതി 1ാം ക്ലാസ്സായി പാസ്സായി ഒരു വലിയ വലിയ കോഴ്സിനൊക്കെ പോയി വലുതാവും. ചില കുട്ടികൾ അത് മാഷിങ്ങനെ പറയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സ് വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധാവാനല്ലാത്തതായ ഒരാൾക്ക് ഇതിൻ്റെ മേന്മയൊന്നും കിട്ടില്ല. ഇത് പോയി അവസാന ധ്യാനത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് നമ്മളെ മൈൻഡിൻ്റെ കുരങ്ങൻ സ്വഭാവം കൊണ്ട് നമ്മൾ വിഷമിക്കുക. ആ കുരങ്ങൻ പിടിച്ച് നിർത്താൻ ഒരു സ്ഥലത്ത് നിർത്തിയാൽ നിൽക്കില്ല. അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അലിഞ്ഞുകൊണ്ടിരിക്കും. അതിനെയാണ് ഇപ്പോൾ ബിന്ദുകരിയുടെ കഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഗവത സത്രം നടത്തി തരാമെന്ന് പറഞ്ഞ സമയത്ത് നീ ഭാഗവത സപ്താഹമൊക്കെ നടത്തും, പക്ഷേ എനിക്ക് ഒരു സ്ഥലത്ത് അത് കേട്ട് ഏകാഗ്രതയിൽ ഇരിക്കാൻ കഴിയില്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുമ്പോഴാണ് അവസാനം ഒരു മുളങ്കുറ്റി സുഷുമ്ന നാഡിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു മുള വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ജീവൻ ആവാഹിച്ച് അത് സീൽ ചെയ്യുകയാണ്. അതായത് അതാണ് ഇപ്പോൾ നമ്മളെ ധ്യാനം എന്ന് പറയുന്നത്, നിധ്യാസനം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ പതഞ്ജലി മഹർഷി പറയുന്നു ദേശബന്ധഹിതസ്യ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൽ ചിത്തത്തെ ബന്ധിച്ച് നിർത്തുക. ഒരു പോയിന്റ് ഇട്ടിട്ട് ചുമരിലൊരു പോയിന്റ് ഇട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമുക്ക് മുഷിയാതെ പിന്നെയും നോക്കണം. കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികൾ പിന്നെയും വായിക്കും, വായിച്ച ഒന്നും മനസ്സിലാവില്ല, പിന്നെയും വായിക്കും. അങ്ങനെ സംസ്കൃതത്തിൽ പറയുമല്ലോ 3 പ്രാവശ്യം വായിക്കുമ്പോഴേ ഞാൻ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. 10 പ്രാവശ്യം വായിച്ചാൽ ഏകദേശം ഒരു രൂപം കിട്ടും, 40 പ്രാവശ്യം വായിച്ചാൽ ഏകദേശം മനപ്പാടാവും എന്ന് പറയുന്ന മാതിരി ഇതിങ്ങനെ ഒരു ദേശത്തിൽ ചിത്തത്തെ ബന്ധിച്ച് നിർത്തുക. ചിത്തത്തെ ബന്ധിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കുറേ കഴിയുന്ന സമയത്താണ് നമുക്ക് ആദ്യം മുഷിപ്പ് വരും. ഒരു നായനെ പിടിച്ച് കെട്ടിയിട്ട മാതിരിയാകും, കുറേ കൊതറും ഇതൊക്കെ ആവും. പക്ഷെ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ പിന്നെ അടങ്ങി ഒതുങ്ങി കിടക്കും. പിന്നെ എത്ര കാലമാണെങ്കിലും എന്നും രാവിലെ ഇത് തന്നെ ചങ്ങലിൻ്റെ അടുത്ത് വന്ന് നിൽക്കും, കിടക്കും, വൈകുന്നേരം വരെ കിടക്കും, രാത്രി മാത്രമേ വിടുള്ളൂ. അതുവരെ ക്ഷമിച്ച് അവിടെ കിടക്കും, ശീലിച്ചു എന്നർത്ഥം. അപ്പോൾ അതാണ് ആനന്ദക്കളരാം സദാശിവനിരുന്നിടും ത്രികൂടാഖ്യമാൻ സ്ഥാനത്തെങ്കിൽ മനസ്സു വെച്ച് അനിശവും ശീലിച്ചു കൊണ്ടിടുകൽ ജ്ഞാനാനന്തര സാമൃതം പൊഴിയും ഒന്നേരം രസം കൊണ്ടഹോ താനേ തന്നെ മനനിലേക്കും എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ശീലിക്കണം എന്ന് പറയും. അപ്പം ഇങ്ങനെ നോക്കുക, ഒരു ഡോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ നോക്കി ഒരു പരിധി കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഘടന വ്യത്യാസം വരുന്നതായിട്ട് നമുക്കറിയാം. ഒരു വജ്രദർപ്പണം പോലെയോ ഈ ഡയമെൻഷണൽ കോൺഷ്യസ്നസ് വ്യത്യാസപ്പെടുന്ന മാതിരിയോ ഒക്കെ തോന്നുമ്പോൾ ഒരമ്പരപ്പും അതൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും അനങ്ങാതെ പിന്നെയും നോക്കുക. കുറേ നോക്കി കഴിയുന്ന സമയത്ത് ആ ഡോട്ടോ എന്തിനെ നോക്കുന്ന വെച്ചാൽ അതിങ്ങനെ ഇളകി കളിക്കുക, അതങ്ങനെ ഡിസപ്പിയർ ചെയ്യും. അതിങ്ങനെ ഡിസപ്പിയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ റെഡ് ബ്ലൂ ഗ്രീൻ പ്രൈമറി കളേഴ്സ് ഇങ്ങനെ ഫ്ലാഷ് അടിക്കും. ആ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ 3 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് ദീർഘരോമാഞ്ചം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ലയം വരും. ലയം വന്നു കഴിഞ്ഞാൽ അനാഥ ശബ്ദം കേൾക്കും. ചിന്നാദം, ചിഞ്ചിന്നാദം, വേണുനാദം, വീണാനാദം, മദ്ദളനാദം, ഇടിഘോഷം വരെ കോടയിടിധ്വനി കേട്ടേൻ കൂടും ചേടും അടഞ്ഞു പോവെന്ന് അല്പനേരം മുഴന്നേൻ വീടാർന്ന ആനന്ദമുണ്ട് പിന്നീട് അനുഭവിച്ച ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഈ വീണാനാദവും മറ്റൊക്കെ കേൾക്കുന്ന സമയത്ത് പുറത്ത് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ 20 ഇരട്ടിയാണ് പിന്നെ കൂടുതൽ ആസ്വാദ്യകരമായിട്ട് നമുക്ക് അകത്ത് കിട്ടുക എന്നാണ് പറയുന്നത്. ഒരു പുഷ്പം നമ്മൾ കാണുമ്പോൾ എത്ര ആസ്വാദ്യകരമാണോ ഇപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ 20 ഇരട്ടി സൗന്ദര്യം തോന്നുന്നതാണ്. ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള സ്വാദിനേക്കാൾ 20 ഇരട്ടി സ്വാദ് തോന്നുന്നതാണ്. ഓരോരുത്തരുടെ സ്നേഹവും വാത്സല്യവും കണക്കിലധികം സ്നേഹവാത്സല്യം തോന്നും. ചെടികളെയൊക്കെ കണ്ടാൽ തൊട്ട് തലോടാൻ തോന്നും. മൃഗങ്ങളെയൊക്കെ കണ്ടാൽ, പക്ഷികളെ കണ്ടാൽ, ചെറിയ ചെറിയ കൃമികിരാദികളെ കണ്ടാൽ പോലും പരമ കാരുണ്യ സ്വരൂപമായിട്ട് നമുക്ക് പെരുമാറാൻ തോന്നുന്നതാണ്. അപ്പോൾ ഈ ദേശബന്ധ ചിത്തസ്യ ആ ചിത്തത്തെ ഒരു ദേശത്തിൽ ബന്ധിച്ച് നിർത്തുകയാണെങ്കിൽ ഉണ്ടാവുന്ന അവിടെ ഒരു ത്രഷോൾഡ് കഴിയണം. ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പിത്തിരി കത്തിക്കണം വെച്ചാൽ ഈ തീയിൻ്റെ മേലെ കാണിച്ചാൽ പെട്ടെന്ന് കത്തില്ല. കുറേ വെച്ചു ഇനി നാളെ ആവാമെന്ന് പിറ്റേ ദിവസം അത്ര വെച്ച് 20 കൊല്ലം ശ്രമിച്ചാലും കത്തില്ല. നേരെ വെച്ചാൽ അപ്പം തന്നെ നമ്മൾ വെച്ച് ഇഗ്നീഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അപ്പം തീപിടിക്കും. അതുപോലെ ഈ ധ്യാനത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രമമില്ല. ഒരു കാർ ഉന്തി പോയി പെട്ടെന്ന് സ്റ്റാർട്ടായ പിന്നെ ഉന്തേണ്ട ആവശ്യമില്ല, അവർക്ക് അതിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞ മാതിരി ആദ്യം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ആ ത്രഷോൾഡ് കഴിഞ്ഞാൽ പുതിയ അനുഭവം വരും അവിടെ. പിന്നെ മനസ്സ് തനിയെ അവിടെ വിസ്മയത്തോടു കൂടി നിൽക്കും. അങ്ങനെ ദേശബന്ധ ധാരണ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ തത്ര ഏകദാനത ധ്യാനം. ആ പിന്നെ ധ്യാനിക്കപ്പെടുന്ന വസ്തുവും നമ്മളും രണ്ടും കൂടെ ഒന്നായിത്തീരുന്നതായി തോന്നും. ഏകദാനത വരും. തദൈവ അർത്ഥമാത്രം നിർഭാസം സ്വരൂപ ശൂന്യമേവ സമാധി. അവസാനം അത് കഴിഞ്ഞ് അതായത് ധാരണ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് അവസാനം സമാധി എന്ന് പറഞ്ഞ അവസ്ഥ എത്തുമ്പോൾ അനുഭൂതി മാത്രമേ ഉണ്ടാവുള്ളൂ. കാലില്ല, ദേശമില്ല, അഹന്തല്ല, മമതയില്ല, ബോധമുണ്ട്. ബോധത്തിൻ്റെ സ്വരൂപം എന്താണ്? ആനന്ദ സ്വരൂപം.
അങ്ങനെയുള്ളതായ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് മെനക്കെട്ടാൽ മതി, മെനക്കെടില്ല. അപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിൽ പഠിച്ച് മനസ്സിലായില്ലെങ്കിൽ മാഷോട് ഒന്നുകൂടി പറഞ്ഞു തരും എന്ന് പറയും, മാഷ് പറഞ്ഞു തരും. കൂട്ടുകാരോട് ചോദിക്കുക, അങ്ങനെ എല്ലാം കൂടി പഠിച്ച് പിന്നെയും പഠിച്ച് നല്ലൊരു ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ കാറ്റും പൊളിച്ചോ അധികം കൊള്ളാതെ അധികം ഇറക്കാതെ ഒരു കസേരയിൽ ഇരുന്നിട്ട് വല്ല ജോലിയും ചെയ്തിട്ട് 10,000-15,000 റുപ്യ വാങ്ങി ഒരു കുടുംബജീവിതം നയിച്ച് ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നേരെ മറിച്ച് അതിന് മടിച്ചിട്ട് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, എല്ലാ കാലം വെയിലും മഴയും കൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ധാരണാധ്യാന സമാധി എന്ന് പറഞ്ഞാൽ ധാരണയിൽ ഒരു പരിധി കഴിഞ്ഞാൽ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടും, അങ്ങോട്ട് കാന്തം പോലെ അങ്ങോട്ട് എടുക്കപ്പെടും, ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമില്ല, പിന്നെ മനസ്സ് സ്വന്തം അവിടെ അങ്ങനെ വിചാരിച്ചോളും. കുറേ കഴിയുമ്പോൾ അത് തനിയേ ലയം പ്രാപിച്ചോളും. മനോലയം വന്നു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭൂതികളുണ്ട്. ഈ അനുഭൂതിയിൽ ആത്യന്തികമായിട്ടാണ് പിന്നെ എത്ര കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളൊക്കെ തീരുന്ന സമയത്ത് മനോനാശത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ ഏതായാലും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ഏത് പ്രായത്തിലായാലും ഏത് അവസ്ഥയിലാണെങ്കിലും ഇതൊക്കെ സാധിക്കും എന്ന് പതഞ്ജലി മഹർഷി അങ്ങേറ്റം വരെ പറയാണ്. അങ്ങനെ അതായത് ഒരു മനുഷ്യനെ 195 സൂത്രങ്ങളെ കൊണ്ട് ഒരാളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം വരുത്താൻ പതഞ്ജലി മഹർഷി നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പ്രയത്നത്തിൻ്റെ വിജയമാണ് യോഗസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതും പിന്നെ പഞ്ചദശി യോഗസൂത്രം ഇതൊക്കെ പഠിച്ചിട്ടാണ് എല്ലാ മഹാത്മാക്കളും ആദ്യകാലത്ത് പഠിച്ചിട്ടാണ് അത് പ്രകാരം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു അവസ്ഥാഭേദം വന്നു കഴിയുമ്പോഴാണ് അവർക്ക് പിന്നെ ഒരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. എന്താ തിരിച്ചറിവ് പ്രധാനമായിട്ട് എന്താണ്, ഈ കാണപ്പെടുന്നത് മുഴുവനും ദൃശ്യങ്ങളാണ്. കാണുന്ന ഞാൻ ദൃഷ്ടാവാണ്. എത്രയോ സ്വപ്നം കണ്ടു. സ്വപ്ന ലോകം ഇല്ലാത്തതാണ്. സ്വപ്നത്തിലൊരു ഞാനുണ്ടായിരുന്നു, അതും ഇല്ലാത്തതാണ്. പക്ഷെ കണ്ട ഞാൻ എന്നും ഒന്ന് തന്നെ. അടുത്ത് സിനിമാ കോട്ടായി ഉണ്ടായില്ല, എത്രയോ സിനിമകൾ വന്നു, സിനിമകൾ പലതുമായിരുന്നു, പക്ഷെ കണ്ട ഞാനൊന്ന് തന്നെ, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ദൃഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങളാണ് നാനാത്വങ്ങൾ. അപ്പോൾ നാനാത്വങ്ങളായുള്ള ദൃശ്യങ്ങൾ താൽക്കാലികങ്ങളാണ്. ദൃഷ്ടാവാണെങ്കിലോ എന്നും ശാശ്വതമാണ്, ഒരിക്കലും മാറ്റില്ല ദൃഷ്ടാവിന്. മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം ഫിസിക്സിൻ്റെ ജനയിതാവ് പറയാണ്, അബ്ലറിൽ കൂടെ നോക്കുന്ന സമയത്ത് കോടാനുകോടി ഗാലക്സീസ് കണ്ട സമയത്ത് ആകെ വിഷണ്ണനായി. ഞാൻ എന്താണ് ഈ കാണുന്നത്, എന്താ എൻ്റെ ഗതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപനിഷത്തിലെ 2 വാക്കുകൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്നു എന്നാണ്. അതിലൊന്ന് സിയ, ദി അതർ വൺ സീൻസ്, ദൃഷ്ടാവും ദൃശ്യങ്ങളും. അപ്പോൾ ഞാൻ ദൃഷ്ടാവാണ്, ദൃഷ്ടാവ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഈ പ്രപഞ്ചം കോടാനുകോടി ഗാലക്സീസ് ഇല്ലാതായി അനന്തശൂന്യ വിസ്തൃതിയായിട്ട് കുറേ കാലം കിടക്കും. അതിനുശേഷം വീണ്ടും പരമാണുക്കളുടെ ചലനാത്മകതയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളതായി തോന്നും, പിന്നെ ഇല്ലാതെയാവും. ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഉള്ള സമയത്ത് ഉണ്മയെ കാണാനും ഇല്ലാത്ത സമയത്ത് ഇല്ലായ്മയെ കാണാനും നിരന്തരം ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ്, ഒരു മഹത്തായിട്ടുള്ള ചൈതന്യം, ഒരു ദൃഷ്ടാവാണ് ഞാൻ എന്ന വസ്തു അദ്ദേഹത്തിന് ഉപനിഷത്തിൽ നിന്ന് 2 വാക്കിലൂടെ കിട്ടിയെന്നാണ്. അതോടുകൂടി അദ്ദേഹത്തിന് പരമശാന്താവസ്ഥ, വളരെ സംതൃപ്തനായി എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ദൃഗ്ദൃശ്യ വിവേകം, ഞാൻ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളൊന്നും ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറയും നമ്മൾ, എനിക്ക് സുഖമില്ല എന്നല്ല പറയേണ്ടത്, എൻ്റെ ശരീരത്തിന് സുഖമില്ല, പനിയാണ്. അതുപോലെ മനസ്സിന് സുഖമില്ല. ഇപ്പോൾ വളരെ സന്തോഷമാണ്, കാരണം കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതോടുകൂടി ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് സന്തോഷം എന്ന് പറയരുത്, എൻ്റെ മനസ്സിന് സന്തോഷം. ഒരു ചെറിയ മാറ്റം, തിരിച്ചറിവ് മാത്രമേ വേണ്ടതെന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. കാരണം എന്താണ്, 4300ഓളം പേജ് പ്രശാന്തരെ എഴുതി കഴിഞ്ഞ് ശങ്കര ഭഗവത്പാദർ ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുസ്തകം എഴുതി. എന്താ പറയണത്, ഞാൻ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളാണ് ബാക്കിയല്ല. അനന്തകോടി ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ താൽക്കാലികങ്ങളാണ്, കാലത്തിനും ദേശത്തിനും വിധേയമായിട്ടുള്ളതാണ്. കാലം മാറുമ്പോൾ ദേശം മാറുമ്പോൾ അതൊന്നും ഇല്ലാതെയാവും, ദേശവും കാലവും ഇല്ലാതെയാവും. പക്ഷേ ഞാൻ ദൃഷ്ടാവ് ഒരിക്കലും ഇല്ലാതെയാവില്ല. മാത്രമല്ല ഈ ദൃശ്യങ്ങൾക്കൊന്നും തന്നെ ദൃഷ്ടാവിനെ ബാധിക്കാൻ സാധ്യമല്ല. ദൃഷ്ടാവിനെ ഒരു വിധത്തിലും ബാധിക്കില്ല. സിനിമയിലുള്ള എന്ത് കണ്ടാലും അവിടെയുള്ള അഗ്നിപ്രളയം, അവിടുത്തെ വെള്ളം, പിന്നെ സുനാമിയോ അവിടെയുള്ള വെടിയേറ്റോ ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പല്ലേ. അതുപോലെ ദൃഷ്ടാവിനെ ഒരിക്കലും ദൃശ്യങ്ങൾ ബാധിക്കുന്നില്ല. രണ്ടാമത്തെ എന്താ അറിയേണ്ടത്, ഈ ദൃശ്യങ്ങളിൽ പെട്ടതാണ് ശരീരവും മനസ്സും ബുദ്ധി അടക്കം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശരീരം ഉണ്ടായി, ശരീരത്തിൻ്റെ സൂക്ഷ്മാംശം മനസ്സായി, മനസ്സിൻ്റെ സൂക്ഷ്മാംശം ബുദ്ധി, അതുവരെ ദൃശ്യങ്ങളിൽ പെട്ടതാണ്. ദൃശ്യങ്ങളിൽ എന്ത് മാറ്റമുണ്ടെങ്കിലും ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ലല്ലോ. എൻ്റെ മനസ്സിന് സുഖമില്ല, എൻ്റെ ശരീരത്തിന് സുഖമില്ല, എൻ്റെ ബുദ്ധിക്ക് സുഖമില്ല എന്നൊക്കെ പറയാല്ലാതെ എനിക്ക് സുഖമില്ല എന്ന് പറയരുത്. ഞാൻ വേറെയാണ്, അതുകൊണ്ട് ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടുന്ന സമയത്ത് ഈ നമ്മളൊരു സാധകനാണെങ്കിൽ
എൻ്റെ മനസ്സും ഭാര്യയുടെ മനസ്സും തമ്മിൽ വഴക്കിടുന്നു, അതിങ്ങനെ നോക്കിക്കാണാൻ പറ്റും. ആ വഴക്കും അതിൻ്റെ വൈകാരികമായിട്ടുള്ള ക്ഷോഭമൊന്നും ബാധിക്കാത്ത ഒരെന്നെ അവിടെ വെച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുന്നതാണ് ശരിയായിട്ടുള്ള സാധന എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ പോയി നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മൾ മനസ്സും ആത്മാവും എല്ലാം ഒരേമാതിരി തോന്നും, തമ്മിൽ തിരിച്ചറിയില്ല. നേരെ മറിച്ച് ക്ഷോഭം വരുന്ന സമയത്ത് മനസ്സിന് ക്ഷോഭം വരുമ്പോൾ ക്ഷോഭിക്കാത്ത ഈ ക്ഷോഭത്തെ നോക്കി കാണുന്നതായുള്ള ക്ഷോഭം ബാധിക്കാത്ത ഒരെന്നെ തിരിച്ചറിയാൻ അവിടെ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അത് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ആ വിഷമത്തെ തരണം ചെയ്യുന്നവർക്കാണ് ദൃഷ്ടാവാണ് ഞാൻ, ദൃഷ്ടാവിന് ഒരിക്കലും ദൃശ്യങ്ങൾ ബാധിക്കുന്നില്ല, ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ദൃഷ്ടാവാണ് ഞാൻ, ദൃശ്യങ്ങളല്ല. ദൃഷ്ടാവ് ശാശ്വതമായിട്ടുള്ള സത്യവസ്തുവാണ്. ദൃഷ്ടാവ് എത്ര വലിപ്പമുണ്ട് ദൃഷ്ടാവിനെന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തായത്, എല്ലാ സ്ഥലത്തുള്ളത് എന്തോന്ന്. അപ്പോൾ അത് ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാമ്പിലെ ദൃഷ്ടാവും ഒരു പുഴുവിലെ ദൃഷ്ടാവും ഒരു മനുഷ്യനിലെ ദൃഷ്ടാവും എല്ലാം ഒന്നാണ്, ഒറ്റ ദൃഷ്ടാവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ദൃഗ്ദൃശ്യ വിവേകം വന്നിട്ടുള്ള മഹാത്മാക്കൾക്ക് ഒരു പാമ്പിനെ കണ്ടാതെ എങ്ങോട്ടാ പോണ് എന്താ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സങ്കല്പിക്കാം. ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കടന്നൽക്കൂട്ടിലേക്ക് നീ കൈ വെച്ചോ, അതിൻ്റെ ഉള്ളിൽ കൈയിട്ടോ, അത് ഒരു കുത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുത്തിയില്ല. കാരണം എന്താണ്? ഈ മഹാത്മാവിനറിയാം അതിൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവ് ഈ മഹാത്മാവിൻ്റെ അന്തരാത്മാവ് ഒന്നാണ്. അപ്പോൾ എനിക്ക് ഇവിടെ സങ്കല്പിക്കുന്ന മാതിരി അവിടെയും സങ്കല്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കടന്നലുകൾ എത്രയോ കടന്നലുകളാണെങ്കിൽ ഒറ്റ ബോധമേ ഉള്ളൂ. ഞാൻ കുത്തില്ല എന്ന് വിചാരിച്ചു, പാമ്പ് ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ ഞാൻ കടിക്കണ്ട എന്ന് വിചാരിച്ചു. ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും വിചാരിക്കാം, തോന്നുന്നതാകിൽ അഖിലം ഞാൻ തന്ന വഴി എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുള്ളതായ മഹാത്മാക്കളാണ് അവരൊക്കെ. അപ്പം ഇങ്ങനെ ദൃഗ്ദൃശ്യ വിവേകമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള. അപ്പോൾ ഭാഗവതത്തിൽ മോക്ഷസങ്കല്പം എന്ന് പറഞ്ഞതിൽ എന്താണ്? ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്ത് കൊണ്ടിട്ടു മഹാരാജാവ്. അദ്ദേഹം വിഷാദത്തോവിനെ ആകെ ക്ഷീണിച്ച് പരവശനായി വെള്ളം ചോദിച്ച സമയത്ത് എവിടെയുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമാധിയിലിരിക്കുന്ന മഹർഷിയാണ്. അദ്ദേഹത്തിന് അതൊന്നും കേൾക്കാനുള്ള കെട്ടുണ്ടായിരുന്നില്ല, ബാഹ്യബോധം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ശിവന്റെ മാതിരിയുള്ള ഇരുത്തല്ലേ എന്ന്, അത് പൂർണ്ണമായിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ ചത്ത പാമ്പിനെ കൊണ്ടേ കഴുത്തിലിട്ടു. അപ്പോൾ ശിവന്റെ സ്വരൂപം പൂർണ്ണമായല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു വിക്രിയ തോന്നി. അത് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി, ശരിയായില്ല ചെയ്തതെന്ന്. അങ്ങനെ വളരെയധികം ഖനപ്പെട്ട ഹൃദയത്തോടു കൂടിയാണ് അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് മുനികുമാരൻ വന്നു. ഇത് കണ്ട സമയത്ത് ആരാ ചെയ്തതെന്ന് ചെന്നിട്ട് 7ാമത്തെ ദിവസം അക്ഷരം കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. ആ ശാപം കേട്ട് ഉണർന്നു മഹർഷി. അയ്യോ നീ ചെയ്ത് ശരിയായില്ല. കാരണം നമ്മളൊക്കെ ശമതമാദികൾ ശീലിക്കുന്നതായ ആളുകളല്ലേ, നമ്മുടെ ആ സ്വഭാവമല്ലേ നമ്മൾ കാണിക്കേണ്ട. അദ്ദേഹം രജോഗുണ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. ദേവലോകത്തൊക്കെ ചെന്ന് ദേവന്മാരെ ഒരു സഹായിക്കുന്നതായിട്ടുള്ള ഒരു മഹാൽ വ്യക്തിയാണ് അദ്ദേഹം. രജോഗുണ പ്രധാനിയാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അദ്ദേഹത്തിന് ഒരു വൈകാരിക ക്ഷോഭം ഉണ്ടാകുന്ന സമയത്തൊക്കെ സാധാരണയാണ്. പക്ഷെ നമ്മളെ കണ്ട് പെട്ടെന്ന് ശപിക്കാൻ പാടില്ലാത്തായിരുന്നു. ഏതായാലും ശപിച്ച സ്ഥിതിക്ക് നീ പോയി സംഗതി അയാളെ അറിയിക്കൂ, അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെന്ന് പറഞ്ഞോടുകൂടി രാജാവിന് വലിയ സങ്കടമായി. രാജാവ് പ്രായവയസ്സം ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. മഹർഷിമാരൊക്കെ വരുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് 7 ദിവസമേ ഉള്ളൂ, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റാമെന്ന്. താൻ നിരന്തരം ചെയ്തിടും കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. അവനവൻ്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം, വേറെ ഒരാളും അനുഭവിക്കില്ല, അത് അനുഭവിച്ചേ പറ്റുള്ളൂ, അതിന് പരിഹാരം ഇല്ല എന്നും പറഞ്ഞു. ഉടനെ അദ്ദേഹം ഒരു സൂപൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്ന് പ്രായവശം ചെയ്ത് എല്ലാവർക്കും വേണ്ടതായുള്ള അവകാശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന്. ആ സമയത്താണ് ശുഗബ്രഹ്മർഷി ശുഗബ്രഹ്മർഷി സമാധിയായി കഴിഞ്ഞതിന് ശേഷം ആകാശസ്ഥനായിട്ട്, അതായത് ആത്മസ്വരൂപിയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് തോന്നി ഇത് നല്ലൊരു കരച്ചിലാണല്ലോ, ഇയാൾക്ക് വല്ലതും പറഞ്ഞാൽ ഏൽക്കും എന്നൊരു സമാധാനത്തോടു കൂടി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. വിട്ടിട്ട് ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഇത്ര തേജസ്വിയായിട്ടുള്ള ഒരാൾ രക്ഷപ്പെടുത്തി തരാമെന്ന് പറയുന്ന സമയത്ത് രാജാവിന് വലിയ സന്തോഷമായി, പരീക്ഷത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം തമ്മിൽ രാവിലെ സൂര്യോദയം മുതൽക്ക് തുടങ്ങി സൂര്യാസ്തമനം വരെ അങ്ങനെ സംസാരിക്കും, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം 7ാം ദിവസം അദ്ദേഹം പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി. പിന്നെന്താണ്, പാമ്പ് വരുന്നു, കടിക്കുന്നു, ഇയാളെ ശരീരം മുഴുവൻ ചാമ്പലാവുന്നു. അപ്പോൾ ഭാഗവതം കേട്ടിട്ട് ഇപ്പം അദ്ദേഹത്തിന് പരീക്ഷത്തിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഭാഗവതം കേട്ടിട്ട് അത്രയും മഹാത്മാവായിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായില്ല. പാമ്പ് വരാതാക്കി കൊടുത്തില്ല, കടിക്കാതാക്കി കൊടുത്തില്ല, വിഷം ഏൽക്കാതാക്കി കൊടുത്തില്ല, അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ ഭാഗവതത്തിൽ എന്താ? അവിടെയാണ് ഭാഗവതത്തിൻ്റെ അന്തസാരം കിടക്കുന്ന മുഴുവൻ. എന്താണ് ശുഗബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറഞ്ഞത്? രാജാവിനോട് പറഞ്ഞ എന്താണ്? അല്ലയോ മഹാരാജാവ്,
അങ്ങ് വിചാരിക്കുന്നു ഞാൻ ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു, അതിൻ്റെ ഫലമായി തക്ഷകൻ പാമ്പ് വന്നിട്ട് 7-ാം ദിവസം എന്നെ കൊത്തും, ഞാൻ ചാവും. ഇതല്ലേ ഇപ്പം അങ്ങ് ധരിക്കുന്നു. എന്നാൽ ഈ ധാരണ അബദ്ധ ജഡിലാണ്. അങ്ങ് ഞാൻ എന്ന് പറയുന്ന ആ ഞാൻ എന്താന്ന് അങ്ങ് ഇതുവരെ ധരിച്ചില്ല. അങ്ങ് വിചാരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം മനസ്സുമാണെന്നാണ്. ഈ ശരീരം മനസ്സുമാണ് കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ശരീരം മനസ്സുമാണ്. അത് പ്രകൃതി നിയമമാണ്. ആ നിയമങ്ങളെ മാറ്റിമറിക്കാൻ ആരാലും സാധ്യമല്ല. അത് സംഭവിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങേക്ക് ആകെ ഒരബദ്ധം പറ്റിയിരിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞ ശരീരമല്ല, മനസ്സല്ല, ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത്. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മത്തിന് സാക്ഷി മാത്രമേ ആവുള്ളൂ. ആത്മാവ് കർമ്മഫലം അനുഭവിക്കുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്ന ശരീര മനോബുദ്ധ്യാദികളായിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ സംഭവിക്കുന്നതായിട്ടുള്ള അതിന് സാക്ഷിയാണ്. അപ്പോൾ രണ്ടിനും സാക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, കാണാൻ കഴിയുന്നത് ആത്മാവിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും കഴിയില്ല എന്നാണ് ഈ ചാന്തോക്യത്തിൽ പറയല. അക്ഷിതമസി എന്ന് പറയും. അതായത് ഈ കണ്ണുകൂടി നോക്കുന്നത് തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് 5 തരത്തിലുള്ള പ്രകാശത്തെ കുറിച്ച് പറയുന്നു. ആകാശം 3 പ്രകാശം, സൂര്യൻ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ. അന്തരീക്ഷത്തിൽ 1 പ്രകാശം, പിന്നെ മിന്നൽ. ഭൂമിയിൽ 1 പ്രകാശം, അഗ്നി. പറയാണ് മിന്നാമിനുങ്ങൊക്കെ പിന്നെ വൈദ്യുതിയിൽപ്പെടും, വിദ്യുതി. അപ്പോൾ ഈ 5 പ്രകാശമേ ഉള്ളൂ. ഈ 5 പ്രകാശം കൊണ്ട് ഇരുട്ടിനെ കാണാൻ കഴിയില്ല. ഇരുട്ടിനെ കാണാൻ കഴിയും നമ്മളെ കണ്ണുകൊണ്ട്. ഈ 5 പ്രകാശത്തെയും കാണാം, ഇരുട്ടിനെയും കാണാം. അപ്പം ദ്വന്ദ്വാതീതമായിട്ടുള്ള ഒരു പ്രകാശമാണ് കണ്ണിൽ കൂടെ വരുന്നത്. അതാണ് അക്ഷിതമസി എന്ന് പറയുന്നത്. ഗോരാംഗനസ് മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ പഠിപ്പിച്ചു. പിന്നെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ഗോരാംഗനസ് മഹർഷിയുടെ അടുത്ത് വരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. വരുന്ന സമയത്ത് മഹർഷിക്ക് മനസ്സിലായി ആരായി വരുന്നത്. മഹാവിഷ്ണു സ്വരൂപം പൂണ്ട് വരികയാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ, കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്നതാണ്. എത്രയോ മഹാത്മാക്കൾ എത്രയോ വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് കാണാൻ കഴിയാത്ത ആ വ്യക്തിയാണ് ഇപ്പം എൻ്റെ അടുത്ത് ശിഷ്യനായിട്ട് വരുന്നത്, എന്നെ ശുശ്രൂഷിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന് ആകെ വിഷമായി, സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കടന്ന് ഉരുളാൻ തോന്നി, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ദണ്ഡാമസ്കാരം ചെയ്യാൻ തോന്നി, ശയനപ്രദക്ഷിണം ചെയ്യാൻ. പക്ഷെ എന്നാലും മാഷായിട്ട് അഭിനയിക്കല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ തന്നെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എൻ്റെ മനസ്സിനൊന്ന് നേരെ സമനിലയിൽ നിർത്തി തരണേന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അടുത്ത് വന്നപ്പോൾ ഒരുവിധം മാഷമാര് സ്വീകരിച്ചിരുത്തി പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃഷ്ണനെ യാത്ര അയക്കുമ്പോൾ പറയാം, അല്ലോ കൃഷ്ണ, അങ്ങേ ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച എല്ലാം കൂടി 3 വാക്യങ്ങളിൽ ഒതുക്കിത്തരാം. അതിലൊന്നാമത്താണ് അക്ഷിതമസി. ഈ കണ്ണിൽ കൂടെ നോക്കുന്നത് തന്നെയാണ് ആത്മാവ്. പക്ഷേ സൂര്യപ്രകാശം പോലെ, സൂര്യപ്രകാശത്തെ മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മേഘങ്ങളൊക്കെ മറയ്ക്കും. അതുപോലെ രാഗദ്വേഷ കാമക്രോധ ലോമോഹംദാദികളൊക്കെ ഈ വികാരങ്ങളെല്ലാം തന്നെ കണ്ണിനെ മറയ്ക്കും. അതുകൊണ്ട് ആത്മസ്വരൂപത്തെ നേരിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് മാത്രം. നേരെ മറിച്ച് അഹങ്കാരമില്ലാത്ത, വൈകാരികമായ ക്ഷോഭമില്ലാത്ത ആൾക്കാരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വര സ്വരൂപത്തെ നേരിട്ട് കാണാൻ, ആത്മാവിനെ നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതാണ് ആരെങ്കിലും ഒരാളെ നമ്മൾ ബഹുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല സേവനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ താൽക്കാലികമായ അഹങ്കാരം മാറി നിൽക്കും. അപ്പോൾ മാൻ മൈനസ് അഹങ്കാരം ഈസിക്വൽ ടു ഗോഡ് എന്നാണ്. ഗോഡ് പ്ലസ് അഹങ്കാരം ഈസിക്വൽ ടു മാൻ എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവമാക്കി മാറ്റാൻ നമ്മൾ അഷ്ടാംഗം നമസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല അത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് സേവനം ചെയ്താൽ മതി. അപ്പോൾ സ്നേഹം, സേവനം, ബഹുമാനം, ആദരവ്, ഇതുകൊണ്ട് ഒരാളെ അഹങ്കാരത്തെ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കണ്ണു കൂടെ കാണുന്നത് എന്താണ്? ഈശ്വരൻ്റെ സ്വരൂപമാണ്. നാട്ടിൻപുറത്തൊക്കെ സൊക്കട് വന്നാൽ ആദ്യം വൈശ്യരെ കാണിക്കും, ആദ്യം ചരടുണ്ടാക്കി കെട്ടി നോക്കും, മാറിയില്ലെങ്കിൽ വൈദ്യരെ കാണിക്കും, വൈദ്യരെയും കാണിച്ച് മാറിയില്ലെങ്കിൽ ആസ്പത്രി കൊണ്ടുപോകും, ആസ്പത്രിയിൽ മാറിയില്ലെങ്കിൽ ഒരു തെണ്ടിപ്പട്ടിക്ക് കഞ്ഞി കൊടുത്താൽ മതി എന്നാണ്. തെണ്ടിപ്പട്ടിക്ക് വയറ് നിറയെ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ നോട്ടം നോക്കും കൊടുത്ത ആളെ. അപ്പോൾ അഹങ്കാരമില്ലാത്തതായിട്ടുള്ളൊരു നോട്ടാണ് അത്. ഈശ്വര സ്വരൂപമാണ്, അതിൽ കൂടി ആത്മസ്വരൂപമാണ് അത് നോക്കുന്നത്. അതിൽ പെട്ട് കഴിഞ്ഞാൽ സൊക്കട് അപ്പം മാറിയെന്നാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഈശ്വരനാക്കി മാറ്റാൻ യാതൊരു പ്രയാസമില്ല. അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുത്താൽ അവരുടെ കണ്ണുകൂടി വരുന്നതാണ്. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണ, അങ്ങേ ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും 3 വാക്യത്തിൽ. ഒന്ന് അക്ഷിതമസി, കണ്ണുകൂടി നോക്കുന്നത് തന്നെയാണ് ആത്മസ്വരൂപം. രണ്ടാമത് അച്യുതമസി, കണ്ണ് നശിച്ചു, സർവ്വം നശിക്കുമ്പോഴും ഈ നോക്കുന്ന ആൾക്ക് യാതൊരു നാശമല്ല. അച്യുതമസി. പ്രാണസംസിതമസീതി, അതായത് പ്രാണന്റെ ചലനാത്മകതയിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തോന്നപ്പെടുന്നത്. ഈ 3 മന്നം ചെയ്താൽ ഞാൻ പഠിപ്പിച്ച സകലം ആയി എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ യാത്ര അയക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ദൃഗ്ദൃശ്യ വിവേകത്തിൽ ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള അറിവ്. അപ്പോൾ അല്ലയോ മഹാരാജ, അങ്ങ് വിചാരിച്ചിരിക്കുന്നതിൽ ചെറിയൊരു മാറ്റം വന്നാൽ മതി. അതാണ് ഞാൻ ശരീരമല്ല, മനസ്സല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളല്ല. ദൃശ്യങ്ങൾ അനന്ത കോടി, ഉണ്ടാവുന്നു ഇല്ലാതാവും, ഉണ്ടാവുന്നു ഇല്ലാതെ, ആഗമം ആപായനം അനിത്യമാണ്. നേരെ മറിച്ച് ദൃഷ്ടാവ് എന്നുള്ളതാണ് ശാശ്വതം. അജോ നിത്യ ശാശ്വതയം പുരാണോ നാന്യത അന്യമാന ശരീരം. ഇങ്ങനെ
ഹിം ദ സോഡ് കനോട്ട് കട്ട്, ഫയർ കനോട്ട് ബേൺ, എയർ കനോട്ട് ഡ്രൈ, വാട്ടർ കനോട്ട് വെറ്റ് എന്ന് പറയുന്ന നേനൻ തിന്നന്തി അസ്ത്രാണി. അതാണ് നമ്മുടെ സ്വരൂപം. അതുകൊണ്ട് ലോകത്ത് ഒന്നിനു തന്നെ നമ്മളെ ബാധിക്കാൻ സാധ്യമല്ല, ദൃഷ്ടാവിനെ ബാധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൃഷ്ടാവ് സ്വതന്ത്ര സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണെന്നൊക്കെ പറയാൻ കാരണം. നേരെ മറിച്ച് ദൃശ്യങ്ങളൊക്കെ നാശോന്മുഖമാണ്. അതുകൊണ്ട് ദൃശ്യങ്ങളെ കണ്ട് രസിക്കാൻ വേണ്ടിയാണ്. എന്തിനാ ഈ സൃഷ്ടി എന്ന് വെച്ചപ്പോൾ വേദത്തിൽ പറയുന്നതാണ്, അനന്തശൂന്യ വിസ്തൃതിയിൽ അന്തർലീനമായുള്ള അനന്ത വൈവിധ്യങ്ങളെ ചലനങ്ങളിലൂടെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള ബ്രഹ്മത്തിൻ്റെ തന്നെ പദ്ധതി എന്നാണ്. അതുകൊണ്ട് നമ്മൾ ദൃഷ്ടാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് മാത്രമേ ജീവിതവും പ്രകൃതിയും കണ്ട് രസിക്കാൻ, മഹാമായ കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള അനന്ത വൈവിധ്യങ്ങളെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത് അപ്പം മാത്രമാണ്. എപ്പോൾ? ഞാൻ ദൃഷ്ടാവാന്ന് അറിയുന്നത് വരെ. അതുകൊണ്ട് അല്ലയോ മഹാരാജ, അങ്ങ് ദൃഷ്ടാവാണ്, ദൃഷ്ടാവായിട്ടുള്ള ആത്മാവാണ്. ആത്മാവ് ഒരിക്കലും കൊന്നിട്ടില്ല. ചത്ത പാമ്പിനെ കൊണ്ട് ശമീക മഹർഷിയുടെ കഴുത്തിൽ ഇട്ടിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് പാമ്പ് വന്ന് കടിക്കുന്നതും ശരീരത്തെ മനസ്സിനെയാണ്, അങ്ങേയല്ല. അങ്ങ് രണ്ടിനും സാക്ഷി മാത്രമാണ്. ഈ ഇങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ഡ ദൃശ്യങ്ങളിലെ പ്രതിഭാസങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന അങ്ങേ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് ശരീരം മനസ്സുമല്ല, ദൃഷ്ടാവാണ് എന്നൊന്ന് അങ്ങേക്ക് ബോധ്യപ്പെടുകയേ വേണ്ടൂ. അത് ഞാൻ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ പഞ്ചഭൂതാത്മായ പ്രപഞ്ചം അല്ല ഞാൻ എന്ന ബോധം. അല്ലാന്ന് പറഞ്ഞോടുകൂടി ബോധം അവിടുന്ന് പിൻവാങ്ങി. നമ്മളിപ്പോൾ ഒരാളെ വീട്ടിലേക്ക് പോവാണ്, ഇതാണെന്ന് വെച്ചാൽ അതല്ല, അപ്പം നമ്മൾ പോന്നു. പിന്നെ വേറൊരു ഗേറ്റിനുള്ളിലേക്ക് ഓടിപ്പോയി, അതല്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് പിൻവാങ്ങും. അതുപോലെ ഇതല്ല, പഞ്ചഭൂതാത്മായ പ്രപഞ്ചം അല്ല ഞാൻ എന്ന് കേട്ട സമയത്ത് ബോധം അവിടുന്ന് പിൻവാങ്ങിയിട്ട് ഇന്ദ്രിയങ്ങളോടുകൂടി ശരീരത്തിലെത്തി. ശരീരമെല്ലാം തെളിയിക്കുന്നതായിട്ടുള്ള കുറേ കഥകൾ പറഞ്ഞ സമയത്ത് അവിടുന്ന് പിൻവാങ്ങി മനസ്സിലെത്തി. മനസ്സെല്ലാം തെളിയിക്കുന്ന കഥകൾ കുറേ പറഞ്ഞ സമയത്ത് മനസ്സിന് പിൻവാങ്ങി ബുദ്ധിയിലെത്തി. ബുദ്ധി അല്ലാന്ന് തെളിയിച്ച സമയത്ത് അത് അന്തര്യാമിയായിട്ടുള്ള സ്വയം പ്രകാശമുള്ള തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവ്വ ഭാതി എന്ന് പറയുന്ന ആ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ പ്രകാശം ഏതാണോ ആ പ്രകാശ സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ പ്രകാശം തന്നെയാണ് ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും പ്രകൃതിക്കും അന്തര്യാമിയായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചിരുന്നു എന്ന് അപ്പോൾ ബോധ്യം വരും. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ അന്തര്യാമിയായിരുന്നു. അന്തര്യാമി സാക്ഷാൽ എൻ്റെ സ്വരൂപം തെളിഞ്ഞു, ഞാൻ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളെല്ലാം തന്നെ താൽക്കാലികങ്ങളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. അപ്പോൾ ദൃശ്യങ്ങളിൽപ്പെട്ടതാണ് ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ. അതുകൊണ്ട് ഈ ശരീരം മനസ്സും ബുദ്ധി എൻ്റെ എന്ന് പറയാൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ശരീരവും മനസ്സും ബുദ്ധിയിലും അന്തര്യാമി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതൊക്കെ തന്നെ ദൃശ്യങ്ങളിലെ വിചിത്രതകളാണ്, എന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ശമീക മഹർഷിയുടെ കഴുത്ത് പാമ്പിനെ കൊണ്ടുപോയിട്ടത് അത് ദൃശ്യങ്ങളിലെ ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ ഫലമായിട്ട് ആ പാമ്പ് വന്ന് ഒരു ശരീരത്തെ കടിക്കുന്നു, അതും ദൃശ്യപ്രതിഭാസമാണ്. ഞാൻ ഇതൊന്നും ബാധകമല്ല, അതിനൊക്കെ നോക്കിക്കണ്ട് രസിക്കുന്ന ഒരു ദൃഷ്ടാവ് മാത്രമാണെന്നുള്ള ബോധോദയം അവസാന മഹർഷിക്ക് പരീക്ഷിത് മഹാരാജനുണ്ടായി. അദ്ദേഹം അതോടുകൂടി തന്നെ തിയറിയും പ്രാക്ടിക്കലും രണ്ടും, പിന്നെ പാമ്പ് വരുന്ന സമയത്ത് കടിക്കുന്ന സമയത്തും ഇതാവുന്ന സമയത്ത് അദ്ദേഹം ആത്മസ്വരൂപിയായിട്ട് ഈ ദൃഷ്ടാവ് ആയിട്ടുള്ള അങ്ങനെ നോക്കി കണ്ട് രസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഭാഗവതത്തിൽ മോക്ഷസങ്കല്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രാക്ടിക്കലും തിയറി എല്ലാം പറഞ്ഞിട്ട് അവസാനം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തു. അതുകൊണ്ട് നമ്മൾ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളല്ല എന്നുള്ളൊരു ബോധോദയാണ് വാസ്തവത്തിൽ ഇതിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള മഹത്തായിട്ടുള്ള കാര്യം. ഇതിൻ്റെ മഹാത്മ്യം പറയുന്ന സമയത്ത് തന്നെ ഈ സൽക്കർമ്മം എന്താന്ന് മനസ്സിലാക്കിയാൽ വരുന്ന പരിഹാരം ഉണ്ടാവുന്നതാണല്ലോ ഭക്തിദേവിക്ക് അരുളപ്പാടുണ്ടായത്, അശരീരി ഉണ്ടായി. ആ സമയത്താണ് ഭക്തിദേവി പറയുന്നത്, അല്ലോ മഹർഷി എന്നാൽ പിന്നെ ഒന്ന് എനിക്ക് പറഞ്ഞു തരും, എന്താണ് ഇത് സത്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരും എന്ന് പറയും. അപ്പം അദ്ദേഹം പറയും, സത്കർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, പക്ഷേ അങ്ങയുടെ ഈ വൈകല്യം നീക്കാൻ, ഈ കലികാലം ബാധിച്ചതായ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതെങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാന്നർത്ഥം. കാരണം ശാസ്ത്രത്തിൽ രണ്ട് ഭാഗമുണ്ട്, തത്വങ്ങളും മറ്റു പ്രയോഗശാസ്ത്രവും. പ്രയോഗശാസ്ത്രം നാരദന് അറിയില്ല എന്നർത്ഥം. അതുകൊണ്ട് പ്രയോഗശാസ്ത്രം ഞാൻ ചോദിച്ചറിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പലവരും ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല. അവസാനം ബദ്രി വനത്തിൽ ചെന്ന് സനൽകുമാരന്മാരോട് ചോദിച്ചു. സനൽകുമാരന്മാർ പറഞ്ഞു, അയ്യോ ഭഗവാൻ മഹർഷി, ഈ സൽക്കർമ്മം എന്താണെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞോട്ട് മനസ്സിലാവില്ല. പക്ഷെ എങ്കിലും ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ ഹരിദ്വാറിൽ വന്നിട്ട് അങ്ങേക്ക് ഒരു സത്രം നടത്തി തരാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കോളൂ, ഒരു പക്ഷേ ഉൾത്തിരിഞ്ഞ് കിട്ടിയെന്ന് വരാം, ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വരുന്നു എന്ന് വരാമെന്ന്. അങ്ങനെ അവർ വന്ന് സത്രം നടത്തി കൊടുത്തു. സത്രം ശ്രദ്ധിച്ച് കേട്ട സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് സൽക്കർമ്മം എന്താണെന്ന് ബോധ്യമായി. ഉടനെ ദേവിയുടെ അടുത്ത് വന്ന് ഭക്തിദേവിക്ക് അത് പറഞ്ഞു കൊടുത്തു. ഭക്തിദേവിയുടെ അവശതകളൊക്കെ മാറി, തോഴികളൊക്കെ ചടപടഞ്ഞ് എഴുന്നേറ്റ്, വൃദ്ധരായിട്ടുള്ള 2 മക്കളും ചെറിയ കുട്ടികളായി മാറി. അപ്പം എൻ്റെ ഈ സത്ത് എന്ന് പറഞ്ഞാൽ സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യമാണ്. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാന്നുള്ള അറിവ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ ഈ ലോകത്തിൽ ഒരു ദൃശ്യങ്ങൾക്കും
ബാധിക്കാൻ കഴിയില്ല. ആത്മാവ് ദൃഷ്ടാവാണ്. ദൃഷ്ടാവിനെ ദൃശ്യങ്ങൾക്ക് ബാധിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യമാണ് സത്വഗുണം. പക്ഷേ എങ്കിലും കണ്ണാടിച്ചിയിൽ കൂടെ കാണുന്ന മാതിരിയാണ്. ആ ഗുണത്തിൽ നിന്നും കൂടി അധീനമായി കഴിയുമ്പോഴാണ് സാക്ഷാത്കാരം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തത്വം പറഞ്ഞിട്ട് ആ മഹാത്മ്യം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ആ കേട്ടത് അങ്ങനെ തന്നെ നാരദ മഹർഷി ഭക്തിദേവിക്ക് കേൾപ്പിക്കുകയാണ്. കേൾപ്പിക്കുന്ന സമയത്ത് എന്താ ഭക്തിദേവി ചെയ്തത്? ഓരോ കഥകൾ കേൾക്കുകയല്ല. ഒരു കഥകൾ കേൾക്കുമ്പോൾ ഇത് തോട്ടം പറയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെയല്ല തോട്ടം പറയാറില്ല. മറ്റാൾ അങ്ങനെയല്ല. എങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കഥ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ കഥ മറ്റാൾ പറഞ്ഞത് നന്നായിരുന്നു, ഇയാൾ പറഞ്ഞു അത്ര നന്നായില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആ കഥകളൊന്നും അല്ല കേൾക്കണം. കഥകളുടെ ഇടയിൽ ഒരു സാധനം ഉൾത്തിരിഞ്ഞ് വരാനുണ്ട്. അത് കറി ഉണ്ടാക്കുന്ന മാതിരി കറി ചേർത്ത ഒരുപാട് സാധനങ്ങൾ ചേർത്ത് കറിയുണ്ട് വെന്ത് കഴിയുമ്പോൾ ഒരു സുഗന്ധം വരും. ഈ സുഗന്ധം അതിൽ ചേർത്ത് എന്തിൻ്റെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം കൂടി സർവ്വസമന്വയം പ്രാപിച്ച് വെന്ത് പാകപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് അതിൻ്റെ ഒന്നിൻ്റെയും അല്ലാത്തതും പക്ഷേ എല്ലാറ്റിൻ്റെയും കൂടിയതായിട്ടുള്ളൊരു ആത്യന്തികമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ ഗന്ധം, ഈ സുഗന്ധം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഭാഗവതം എല്ലാം കേട്ട് കഴിയുമ്പോൾ അതെല്ലാം കൂടി നമ്മളുള്ളിൽ സർവ്വസമന്വയം പ്രാപിക്കുമ്പോൾ നമുക്ക് ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് ഞാൻ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളല്ല. എനിക്ക് ജന്മമരണാദികളൊന്നുമില്ല. ഞാൻ നിത്യ ആനന്ദസ്വരൂപിയാണ്, ജ്ഞാനസ്വരൂപിയാണ്, സ്വാതന്ത്ര്യസ്വരൂപിയാണ്. ഈ ദൃശ്യങ്ങളായിട്ടുള്ള എൻ്റെ ശരീരത്തിനും മനസ്സിനും എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇതാണ് ശങ്കര ഭഗവത് പറഞ്ഞു. ഈ അല്പബുദ്ധി അഗമ്യം, ബുദ്ധി കുറവാണെങ്കിൽ വേണ്ട, അല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഇപ്പം തന്നെ നൗ ആൻഡ് ഹിയർ യു ആർ ലിബറേറ്റഡ്. എപ്പോഴാണ് നിങ്ങൾ ആത്മാവ് അല്ലാതിരുന്നുണ്ടോ? ദൃഷ്ടാവ് അല്ലാതിരുന്നിട്ടില്ലല്ലോ. നിങ്ങളെ മനസ്സിന് എന്താ വൈകല്യങ്ങൾ നിങ്ങൾ അപ്പം തന്നെ പറയുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് യു ആർ ദൃഷ്ടാവാണ്. പക്ഷെ ഒന്ന് തിരിച്ചൊന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വൈകല്യം തീർന്നല്ലോ. ഒരു സെക്കൻഡ് മതി എന്നാണ് പറയുന്നത്. മുക്തനാണ് നിങ്ങൾ. മഹാമായ കാട്ടിക്കൂട്ടുന്ന അനന്ത വൈവിധ്യങ്ങളെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ളൊരു ഒരു ആത്മസ്വരൂപിയാണ് അങ്ങ്. ഇനിയെങ്കിലും അതൊന്ന് ബോധിക്കാൻ ശ്രമിക്കൂ എന്ന് പറയാണ്. അങ്ങനെ വളരെ നിസ്സാരമാണെങ്കിലും വളരെ ഇപ്പണി അതിലഘു പാർത്താൽ ഇപ്പണി തന്നെ പ്രയാസവും അറിവാൻ തൽപരവെളിയിരിക്കുന്ന സൽപുരുഷന്മാരെ ആശ്രയിച്ചറിയുന്ന മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ ഹിമാലയമൊക്കെ ചെന്ന് കാണുന്ന സമയത്ത് ഇത് വളരെ സിമ്പിളാണ്. ദൃഗ്ദൃശ്യ വിവേകം മാത്രം ഉണ്ടായാൽ മതി എന്നാണ്. അതിനാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവനും ഈ പാടുപെട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഗായത്രി ജപിക്കുന്ന സമയത്ത് തത്സവിതുർവരേണ്യം, ആ വരേണ്യനായിട്ടുള്ള സവിതാവ് മാത്രമാണ് പറഞ്ഞാൽ എനിക്ക് മടുക്കാത്ത എൻ്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് മടുക്കും. അത് ഞാനാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ശാസ്ത്രങ്ങളെല്ലാം. വർഗോദേവസ്യ ധീമഹി, സർവ്വശാസ്ത്രങ്ങളും ഞാൻ ആത്മാവാണ്, ദൃഷ്ടാവാണെന്ന് അറിയിക്കാനാണ് ശ്രമം ചെയ്യുന്ന എല്ലാം തന്നെ. എന്നിട്ട് അവസാനത്തെ ധിയോയോ എന്ന അപ്രചോദയ എന്ന് പറഞ്ഞാൽ ആ ആത്മാവിലെ തോന്നലുകളാണ് ബ്രഹ്മാണ്ടം മുഴുവൻ എന്നാണ്. അപ്പോൾ 3 ലോകത്തിൽ വ്യാപിക്കുന്ന കർമ്മസാക്ഷിയാണ് മനുഷ്യൻ എന്നുള്ള ആദ്യത്തെ ഇൻട്രഡക്ഷൻ. പിന്നെ എനിക്ക് മടുക്കാത്ത ആത്മാവ് മാത്രമാണെന്നും ആ ആത്മാവാണ് ഞാൻ അറിയിക്കാനാണ് ശാസ്ത്രങ്ങൾ മുഴുവൻ ഈ പാടുപെടുത്തുന്നതെന്നും ആ ആത്മാവിലെ തോന്നലുകൾ മാത്രമാണ് ഈ ബ്രഹ്മാണ്ട പ്രതിഭാസങ്ങളെല്ലാം എന്ന് നമ്മൾ ഗായത്രിയിൽ എന്നും പാടാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മഹത്തായിട്ടുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മളെ ഈ ശാസ്ത്രങ്ങളും എത്രയോ കാലമായി ഇത് തുടങ്ങിയിട്ട് ഓരോ പ്രാവശ്യം എത്രയോ മഹാത്മാക്കളോടെ നിന്ന് പ്രസംഗിക്കുന്നു ഒക്കെ കേട്ട് നമുക്ക് ആ ഒരു ഉൾത്തിരിവുണ്ടായാൽ കഴിഞ്ഞു. അത് ഒരു നൊടിയുടെ ഇപ്പണി, അത് വളരെ നൊടിയിടയിൽ സംഭവിക്കാവുന്നതാണ് ശ്രദ്ധാലുവായി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്